بسم الله الرحمن الرحيم. أهلا وسهلا لسلفية، مرحبا مرحبا ندوية، شكرا لحركة الطلبية، جريو رحمة يا الله. لا السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ ഒന്നും പടച്ചറബിന്റെ കോടതിയിൽ നമ്മെ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി പരലോകരക്ഷയ്ക്ക് ആവശ്യമായ സൽക്കർമ്മങ്ങൾ ഓരോരുത്തരും ആണും പെണ്ണും ഏത് സമയത്തും വന്നെത്തിയേക്കാവുന്ന മരണത്തിനു മുമ്പേ ചെയ്തു വെക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെ, ഇതിനു പിന്നിലുള്ള മുഴുവൻ അധ്വാനങ്ങളെയും പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ കർമ്മമായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. ഒട്ടനേകം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഈ ആലപ്പുഴയുടെ മണ്ണ് വ്യത്യസ്തമായ ഒരു അനുഭവത്തിന് സാക്ഷിയാവാനുള്ള ഒരുക്കത്തിലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിശുദ്ധ ഖുർആൻ പഠിക്കുകയും
അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലെ 10,000-കണക്കിന് ആളുകൾ അടുത്ത മാസം നവംബർ മാസത്തിൽ 12, 13 തീയതികളിൽ കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ഈ ആലപ്പുഴയിലേക്ക് കടന്നു വരികയും പ്രൗഢമായ അതിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഖുർആൻ പഠനത്തിലുണ്ടായ അനുഭവങ്ങളും അനുഭൂതികളും പങ്കുവെക്കുകയും ചെയ്യുന്ന, ഒരുപക്ഷെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ഖുർആൻ പഠിതാക്കളുടെ ഒരു സംഗമത്തിന് ഈ മണ്ണ് സാക്ഷിയാവുകയാണ്. ആ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ട ഒരു കൂട്ടായ്മയിലാണ്, ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു യോഗത്തിൽ പ്രധാനമായും സംസാരിക്കേണ്ടത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സമ്മേളനത്തിന്റെ പ്രസക്തിയെ കുറിച്ച്. ഞാൻ പറഞ്ഞത് ഈ സന്ദേശ പ്രചരണ യോഗത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ഈ 2-3 കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന്, ഈ സമ്മേളനത്തിന്റെ പ്രസക്തിയെ കുറിച്ച്. രണ്ടാമത്തേത്, ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നവരുടെ വർത്തമാനകാല പ്രസക്തിയെ കുറിച്ച്. ഈ 2 കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രചരണ യോഗം ഇൻഷാ അല്ലാഹ് അവസാനിക്കും. ലോകത്ത് ഒട്ടനേകം വ്യക്തികളും സംഭവങ്ങളും ഗ്രന്ഥങ്ങളുമൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലോക ചരിത്രത്തിൽ. ചില ഗ്രന്ഥങ്ങൾ, ചില വ്യക്തികൾ, ചില സംഭവങ്ങൾ, ഇതൊക്കെ ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ പലപ്പോഴും കുറഞ്ഞ കാലം കൊണ്ട് നിശ്ചലമായി പോകുന്ന മാറ്റങ്ങളാണ്. വലിയ വലിയ താത്വികാചാര്യന്മാരും തത്വചിന്തകന്മാരും ഒക്കെ ഈ ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ മാറ്റങ്ങൾക്ക് കുറഞ്ഞ കാലത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പുരുഷായുസ് വരെ പിടിച്ചു നിൽക്കാൻ പോലും ഈ മാറ്റങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. പലപ്പോഴും തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തേണ്ടി വന്നു ഇവക്കൊക്കെ. എന്നാൽ ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതമായി നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആൻ, അതിന്റെ ഏറ്റവും വലിയ അത്ഭുതമായി നമുക്ക് നേർക്കുനേരെ കാണാൻ കഴിയുന്ന ചില സംഗതികളുണ്ട്. ഖുർആനിന്റെ ഭാഷ ഒരു അത്ഭുതമാണ്. പക്ഷെ അത് ആ ഭാഷ അറിയുന്നവർക്കേ അറിയുള്ളൂ ആ അത്ഭുതം. ഖുർആനിന്റെ ശൈലി അതൊരു അത്ഭുതമാണ്. പക്ഷെ അത് ആ ശൈലി അറിയുന്നവർക്കേ അത് അറിയുള്ളൂ ആ അത്ഭുതം. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതത്തിനെ അത്ഭുതത്തോടുകൂടി തന്നെ നോക്കിക്കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, പച്ചയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില സംഗതികളുണ്ട്. ആ സംഗതികളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ മദ്യം ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മദ്യരഹിതമായ ഒരു നാടിനു വേണ്ടി, ലഹരിയില്ലാത്ത ഒരു നാടിനു വേണ്ടി പൊരുതിയ ഒട്ടനേകം നായകന്മാരെ നമുക്ക് ഓർമ്മയുണ്ട്. ഗവൺമെന്റിന്റെയും ഗവൺമെന്റ് അല്ലാത്തതുമായ ഒട്ടനേകം സംഘങ്ങളും സംഘടനകളും മദ്യനിരോധനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.
സ്വദേശവും വിദേശികളുമായ ഒട്ടനേകം ഏജൻസികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മദ്യവിമുക്തമായ ഒരു സമൂഹത്തിന് വേണ്ടി ഈ നാട്ടിൽ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നാടിനെ മദ്യവിമുക്തമാക്കാൻ നമുക്ക് സാധിച്ചോ? എത്രയോ വ്യക്തികൾ ജീവൻ ബലിയർപ്പിച്ച് നടത്തിയ പോരാട്ടങ്ങൾ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച പ്രചരണ പ്രവർത്തനങ്ങൾ, എന്നിട്ട് വല്ല മാറ്റവും നമ്മുടെ നാട്ടില് മദ്യത്തിന്റെ ഉപഭോഗത്തിൽ ഉണ്ടായോ? ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത്രയൊക്കെ പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തിയിട്ടും അതിന്റെ ഉപഭോഗവും ഉപയോഗവും കൂടി വന്നു. 14 നൂറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1500 കൊല്ലങ്ങൾക്ക് മുമ്പ്, അറേബ്യയുടെ ഊഷരമായ മരുഭൂമിയിൽ പന്തലില്ലാതെ, സ്റ്റേജില്ലാതെ, മൈക്കില്ലാതെ, സദസ്സില്ലാതെ, ആധുനികമായ റെക്കോർഡിംഗ് ഉപകരണങ്ങളില്ലാതെ മക്കയിലെ പാറക്കല്ലിന്റെ മുകളിൽ കയറി നിന്ന് ഒരാൾ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്തു. ഒരു വചനം ഉറക്കെ വിളിച്ചു പറഞ്ഞു, മദ്യം പൈശാചികമാണ്, അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ? ഒരൊറ്റ ചോദ്യം. ആ ചോദ്യം ഈ ഭൂമിയിൽ മുഴങ്ങിയിട്ട് 1500 കൊല്ലം കഴിഞ്ഞു. ആ ചോദ്യം മുഴങ്ങിയ ആ മണ്ണിൽ ഇതുവരെ ഒരു മദ്യഷാപ്പ് തുറന്നിട്ടില്ല. 1500 കൊല്ലം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിലെ നീണ്ട ഒരു കാലഘട്ടം. 1500 കൊല്ലം, ദിവസങ്ങളല്ല, മാസങ്ങളല്ല. ആ 1500 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ലോകത്ത് എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായി? മഹായുദ്ധങ്ങളുണ്ടായി, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി, മനുഷ്യന്റെ ചിന്തകളിലും അവന്റെ ജീവിതത്തിന്റെ ശീലങ്ങളിലുമൊക്കെ വളരെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടായി. എന്നിട്ടും നിങ്ങൾ മദ്യം വർജിക്കുവിനെന്ന ആ വിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ വചനത്തിന്റെ ഒരു കഷ്ണം കൊണ്ട് മദ്യവിമുക്തമായ ആ നാട് 1500 കൊല്ലത്തിനിപ്പുറവും ഒരു കള്ളുഷാപ്പില്ലാതെ, ഒരു ബാറില്ലാതെ, ഒരു വിദേശ മദ്യ ഷോപ്പില്ലാതെ ആ നാട് അങ്ങനെ തന്നെ ഭൂമിയുടെ മേലെ അവശേഷിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഖുർആൻ എന്തുകൊണ്ട് ഖുർആൻ ഒരു അത്ഭുതമാണ് എന്ന് വിശേഷിപ്പിക്കുന്നു എന്നതിന് ഖുർആനിന്റെ ശൈലിയെ കുറിച്ചോ, ഖുർആനിന്റെ ഭാഷയെ കുറിച്ചോ, ഖുർആനിന്റെ സാഹിത്യപരമായ മേന്മകളെ കുറിച്ചോ അറിയാത്ത സാധാരണക്കാരായ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ അതിന്റെ ആ ഖുർആനിന്റെ ആ വലിയ മാസ്മരികമായ അതിന്റെ ശക്തിയെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഈ മദ്യത്തിന്റെ വിഷയത്തിൽ മാത്രം. ഞാൻ കള്ളു കുടിച്ചിട്ടില്ല ഇതുവരെ, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. കള്ള് കിട്ടുന്ന സ്ഥലം എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ആ സ്ഥലത്ത് പോയിട്ട് കള്ള് വാങ്ങാനുള്ള സൗകര്യം എനിക്കില്ലാഞ്ഞിട്ടുമല്ല. കള്ളു കുടിച്ചാൽ തല പൊട്ടി മരിച്ചു പോകും എന്ന വിശ്വാസമൊന്നും എനിക്കില്ല. ആ സാധനം വില കൊടുത്ത് വാങ്ങാനുള്ള പണം എന്റെ അടുത്തുണ്ട്. എന്റെ നാട്ടുകാരും വീട്ടുകാരും അറിയാതെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയിച്ച് മദ്യപിച്ച് ലെക്കുകെട്ട് ദിവസങ്ങളോളം കിടക്കുവാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ഒരു പക്ഷേ അന്വേഷിച്ചാൽ എനിക്ക് കിട്ടിയേക്കാം. എന്നിട്ടും ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. ഞാൻ കള്ളു കുടിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി എനിക്ക് പറയാനുള്ള മറുപടി 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് അറേബ്യയുടെ ഊഷരമായ മരുഭൂമിയിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, അത് പൈശാചികമാണ്, അത് നിങ്ങൾ ഒഴിവാക്കണം. ആ ഒരൊറ്റ വചനമാണ് ഈ ലോകത്തിലെ
കോടിക്കണക്കിന് മനുഷ്യന്മാരെ മദ്യത്തിന്റെ വിപത്തിൽ നിന്നും തടുത്തു നിർത്തിയത് ഇതൊരു പച്ച പരമാർത്ഥമാണ്. ഇവിടെയാണ് ഖുർആൻ എന്ന അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ലോകത്ത് മറ്റൊരു വസ്തുവിനും മറ്റൊരു വ്യക്തിക്കും മറ്റൊരു വിപ്ലവത്തിനും മറ്റൊരു സംഭവത്തിനും വരുത്താൻ കഴിയാത്ത മാറ്റം ലോകത്തുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് ഖുർആനിന്റെ അത്ഭുതത്തെ മനസ്സിലാക്കുവാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാണ് ഖുർആൻ, സമാധാനത്തിന്റെ വഴിത്താരയാണ് ഖുർആൻ, സമാധാനത്തിന്റെ ദൂതാണ് ഖുർആൻ എന്നൊക്കെ പറയുമ്പോ അത് കേട്ട് ഊറിച്ചിരിക്കുന്ന കുറച്ചാളുകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. ഓലെ കുറ്റപ്പെടുത്താൻ പറ്റൂല, അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല. ലോകത്ത് ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന ഒട്ടനേകം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർ തങ്ങൾ ഇത് ചെയ്യാനുള്ള പ്രചോദനം വിശുദ്ധ ഖുർആനാണ് എന്ന് ഉളുപ്പില്ലാതെ വിളിച്ചു പറയുമ്പോ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വൈകൃതങ്ങൾക്കും എല്ലാ അരാജകത്വങ്ങൾക്കും എല്ലാ വിപ്ലവങ്ങൾക്കും എല്ലാ പോരാട്ടങ്ങൾക്കും അരുംകൊലകൾക്കും സ്ഫോടനങ്ങൾക്കും ഈ വിശുദ്ധ ഖുർആനാണ് കാരണം എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് കാണുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ അരുംകൊലകൾക്ക് പ്രചോദനമായത് ഖുർആനിന്റെ ചില വചനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത്തരം വചനങ്ങൾ ഖുർആനിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ട രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രാജ്യത്തെ ചില വ്യക്തികൾ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? ഖുർആനിൽ അപകടകരമായ ചില വചനങ്ങളുണ്ട്, ആ വചനങ്ങൾ നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അത് രാജ്യത്തിന് അപകടം ചെയ്യുമെന്ന് പരാതിപ്പെട്ട ആളുകളുണ്ട്. സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഭീകരതയുടെ, വിശുദ്ധ ഖുർആൻ വൈകൃതങ്ങളുടെ, വിശുദ്ധ ഖുർആൻ പരസ്പര സ്നേഹമില്ലായ്മയുടെ ഗ്രന്ഥമാണ് എന്ന് ലോകത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്ന രൂപത്തിൽ ലോകത്താകമാനം പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങളുടെ പേരിൽ രാജ്യത്തും ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ഉത്തരവാദിത്വം മുസ്ലിം സമൂഹത്തിന് നിർവഹിക്കാനുണ്ട്. ലോകത്തിന് വെളിച്ചമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ ദീപസ്തംഭത്തിന്റെ വെളിച്ചം ലോകത്തിന് കാണിച്ചു കൊടുക്കാനും തിന്മയുടെ അന്ധകാരത്തിന്റെ ആധിക്യത്തിൽപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്നറിയാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ള വെളിച്ചമായി ഈ ഖുർആനിനെ ഉപയോഗപ്പെടുത്തുവാനും നിയോഗിക്കപ്പെട്ടവരാകുന്നു ഈ ലോകത്തിലെ മുസ്ലിം സമുദായം. പക്ഷേ സങ്കടകരമായ കാര്യം, ഈ ഖുർആനിന്റെ ആത്മാവ് കണ്ടറിയുവാനും ആ ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കുവാനും അതെങ്ങനെയാണ് ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുക എന്ന് തിരിച്ചറിയുവാനും ഈ സമൂഹത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആലപ്പുഴയിൽ നടക്കാനിരിക്കുന്ന ഖുർആൻ പഠിതാക്കളുടെ സംഗമത്തിന്റെ വേദി, ആ വേദിയുടെ പ്രചാരണം എന്നുള്ള നിലക്ക് ഈ വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ അല്പസമയം ചെലവഴിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഓർമ്മിക്കുവാൻ തന്നെ പേടി തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ്. ഓരോ ദിവസത്തെയും വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ചിത്രങ്ങൾ ഒട്ടും സമാധാനപരമായ ചിത്രങ്ങളല്ല.
ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ജീവന് ഒരു പുഴുവിന്റെ ജീവന്റെ വില പോലും കൽപ്പിക്കാതെ ആരാധനാലയങ്ങളിലും പാഠശാലകളിലും മാർക്കറ്റുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും തീവണ്ടിത്താവളങ്ങളിലും അതേപോലെ തന്നെ പൊതുജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഏതാണ് എന്നറിയാത്ത നിരപരാധികളുടെ ജീവൻ തകർത്തെറിഞ്ഞുകൊണ്ട് സ്ഫോടനങ്ങളും കലാപങ്ങളും രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നു. അധികാരികളും രാജ്യം ഭരിക്കുന്നവരും പാവപ്പെട്ടവനെ ചൂഷണം ചെയ്ത് അവന്റെ വയർപ്പിനെ അവന്റെ ചോരയെ ഊറ്റിക്കുടിക്കുന്ന ദുരന്തപൂർണമായ ചിത്രങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ദിനേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് സമാധാനം കൊടുക്കേണ്ട മതപരമായ പണ്ഡിതന്മാരും മതപരമായ നേതൃത്വം പോലും മനുഷ്യരെ ചൂഷണം ചെയ്ത് അവരുടെ വിശ്വാസത്തെയും അവരുടെ സമ്പത്തിനെയും നിരന്തരമായി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠശാലകളിൽ പോലും അധ്യാപകന്മാർ കുട്ടികളുടെ ഘാതകരായി മാറുന്ന കാലഘട്ടം നമ്മുടെ മുമ്പിൽ എന്നോ ആരംഭിച്ചിട്ടുണ്ട്. സനാതന മൂല്യങ്ങളും ധർമ്മങ്ങളും പകർന്നു കൊടുക്കേണ്ട ആചാര്യന്മാർ പോലും ഒന്നുമറിയാത്ത പിഞ്ചുകുഞ്ഞുങ്ങളെ പോലും ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന വാർത്തകൾ ദിനേന എന്നോണം നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും ദയയുടെയും അവസാന വാക്കായി ഉപയോഗിക്കാറുള്ള മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പോലും വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം മകളെ പറഞ്ഞുറപ്പിച്ച കാശിന് മറ്റുള്ളവന്റെ മുറിയിലേക്ക് ആക്കിക്കൊടുത്ത് ആ മുറിയുടെ വാതിലടച്ച് അതിന്റെ പുറത്ത് തനിക്ക് കിട്ടിയ പണവുമായി കാവലിരിക്കുന്ന അമ്മമാർ ഉമ്മമാർ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കേണ്ടി വന്നത്. കൂടെ കിടക്കുന്ന ഭാര്യയുടെ ശരീരത്തിൽ നിന്നും അപ്പുറത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന മകളുടെ ശരീരത്തിലേക്ക് സ്വന്തം കൈകൾ നീണ്ടുപോകുന്ന വൃത്തികെട്ട തന്തമാർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. സാഹചര്യങ്ങൾ നമ്മുടെ സങ്കല്പത്തിനും അപ്പുറം ഏറെ വികൃതമായിരിക്കുന്നു, ഏറെ ദുഷിച്ചിരിക്കുന്നു, ഏറെ വൃത്തികെട്ടതായിരിക്കുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ മരിച്ചുപോയ ഒരു മനസ്സോടുകൂടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്താ ചെയ്യാ? നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ വിചാരിച്ച എന്താ നടക്കുക? നമുക്കിപ്പോ എന്ത് മാറ്റം വരുത്താൻ പറ്റുക? സന്ദർഭങ്ങളും സാഹചര്യങ്ങളും സാങ്കേതിക വിദ്യകളും സാങ്കേതിക തികവുകളും ഒക്കെയും ലോകത്ത് തിന്മയെ വളർത്തുവാനും തിന്മയെ പരിപോഷിപ്പിക്കുവാനും ഉപയോഗിക്കപ്പെടുന്ന ഈ കാലത്ത് നന്മയുടെ ശബ്ദങ്ങൾ അത് നേർത്ത് ഇല്ലാതായി തീരുന്ന ഒരു കാലത്ത് ലോകത്തിന്റെ അനീതിക്കെതിരെ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു വിശ്വാസത്തോടുകൂടി തലകുരിച്ചുകൊണ്ട് നടത്തുപോകുന്ന ആളുകളുടെ എണ്ണം അനുദിനം ഈ ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ലോകത്തിന് ഇതിന് സമാനമായ കാലഘട്ടം ലോകത്ത് പണ്ടുണ്ടായപ്പോൾ ആ കാലഘട്ടത്തിന് വെളിച്ചം നൽകി ഒന്നിനും പറ്റാത്ത ഒരു സമൂഹത്തിനെ ആടുകളെ മേച്ച് മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നിരുന്ന ഒരു സമൂഹത്തിനെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ മേക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമായി പരിവർത്തിപ്പിച്ചെടുത്ത വിശുദ്ധ ഖുർആൻ അക്ഷരത്തിനോ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ ഈ ലോകത്ത് ഇന്നും നമ്മുടെ കൈകളിൽ ബാക്കിയുള്ളപ്പോഴും സമൂഹത്തിന്റെ ഇരുട്ടിനെതിരെ സമൂഹത്തിന്റെ അരാജകത്വത്തിനെതിരെ പൊരുതുവാനുള്ള ഏറ്റവും നല്ല ആയുധമായി ഉപയോഗപ്പെടുത്തുവാൻ വിശുദ്ധ ഖുർആനിനെ സാധിക്കുമ്പോഴും ആ വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ എന്ന് പറയുന്ന ജനക്കൂട്ടം തന്നെ ഈ ലോകത്ത് ഇരുട്ടിന്റെ അധാർമികതയുടെ പിണിയാളുകളായി മാറുന്ന ദുരന്തപൂർണമായ ഒരു കാലം. ഇവിടെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ എന്ന ആ വലിയ അതിശയത്തെക്കുറിച്ച് അത്ഭുതത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായ വിവരം കിട്ടുമ്പോഴാണ് അതിന്റെ പ്രകാശം പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക. തമിഴ്നാട്ടിലെ തമിഴ് ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്തെ മുടിചൂടാ മന്നനാണ്
ഇളയരാജ. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ മേഖലകളിൽ പകരം വെക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് അദ്ദേഹം. ഇളയരാജയുടെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞയാണ്ടിൽ. മകന്റെ ഇസ്ലാം മതത്തിലേക്കുള്ള വരവ് ആ പിതാവിനെ വല്ലാതെ തകർത്തിക്കളഞ്ഞു. അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം വരെ ഉണ്ടായി. ഈ മകന്റെ കൂട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ രൂക്ഷമായ ഭാഷയിൽ ഈ മകനെ വിമർശിച്ചു. എന്ത് കണ്ടാണ് നിങ്ങൾ ഇപ്പോ ഇസ്ലാമിനെ തെരഞ്ഞെടുത്തത്? നിങ്ങൾക്ക് എന്ത് കുറവാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്? ഇസ്ലാം ഇത്രയേറെ ആക്ഷേപിക്കപ്പെടുന്ന ഈ കാലത്ത്, ഇസ്ലാം ഇത്രയേറെ കല്ലെറിയപ്പെടുന്ന ഈ കാലത്ത്, ഇസ്ലാം ഇത്രയേറെ ക്രൂശിക്കപ്പെടുന്ന ഈ കാലത്ത്, വിമർശിക്കപ്പെടുന്ന ഈ കാലത്ത് എന്ത് കണ്ടാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് കയറിപ്പോയത് എന്ന് ആ ചെറുപ്പക്കാരനോട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കൂട്ടാളികളും രോഷത്തോടുകൂടി ചോദിച്ചു. അതിന് ആ ചെറുപ്പക്കാരന്റെ മറുപടി അദ്ദേഹം പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ നേടേണ്ടതൊക്കെ ഞാൻ നേടി. പണം, പ്രതാപം, സ്വാധീനം, ആരാധകർ, പിതാവിന്റെ വഴിയെ പിന്തുടർന്ന് സംഗീത സംവിധാന രംഗത്ത് തനതായ ഒരു സ്ഥാനം നേടിയെടുത്ത ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നേടേണ്ടതൊക്കെ ഞാൻ നേടി. എല്ലാം നേടിക്കഴിഞ്ഞപ്പോ, ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം എന്റേതായി കഴിഞ്ഞപ്പോ സ്വാഭാവികമായി എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ടായി, ഇനിയിപ്പോ എന്താ? പണുണ്ട്, സ്വാധീനമുണ്ട്, സമ്പത്തുണ്ട്, ആരാധകരുണ്ട്, അംഗീകാരങ്ങളുണ്ട്, ഒക്കെ കിട്ടി. ഇനിയിപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന ഒരു ചോദ്യം എന്റെ മനസ്സിലുണ്ടായി. ആ ചോദ്യത്തിന്റെ ഉത്തരം തേടി ഞാൻ പല സ്ഥലത്തും അലഞ്ഞു നടന്നു. പണ്ഡിതന്മാരോട്, ഗുരുക്കന്മാരോട്, ആത്മീയ നേതാക്കന്മാരോട്, ഋഷിവര്യന്മാരോട്, താത്വിക ചിന്തകന്മാരോട്, വേദപണ്ഡിതന്മാരോട്, അവരോടൊക്കെ ഞാൻ എന്റെ മനസ്സിന്റെ സംശയം പങ്കുവച്ചു. പക്ഷേ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഞാൻ ലോകത്ത് പല ചിന്തകരെയും കണ്ടു, പല ഗ്രന്ഥങ്ങളും വായിച്ചു, വിപ്ലവത്തിന് കാരണമായ പല മഹാന്മാരെ കുറിച്ച് പഠിച്ചു. പക്ഷേ എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. അവസാനം മറ്റുള്ള മതങ്ങളും മറ്റുള്ള മതഗ്രന്ഥങ്ങളും എന്റെ ചോദ്യത്തിന് എന്തുത്തരം നൽകുന്നു എന്ന് ഞാൻ അന്വേഷിച്ചു. അവിടെയും എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഏറ്റവും അവസാനം പ്രതീക്ഷകളില്ലാതിരുന്നിട്ടും, എനിക്ക് ഒട്ടും വഴങ്ങുകയില്ലാതിരുന്നിട്ടും ഞാൻ അവസാനത്തെ പരീക്ഷണമായി വിശുദ്ധ ഖുർആനിനെ സമീപിച്ചു. മറ്റുള്ളവരുടെ സഹായത്തോടെ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ വിശുദ്ധ ഖുർആനിൽ പരതി. അത്ഭുതകരമെന്ന് പറയട്ടെ, വർഷങ്ങളായി എന്റെ മനസ്സിനെ മതിച്ച ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് എനിക്ക് ഉത്തരം കിട്ടി. അതുകൊണ്ട് ആരെതിർത്താലും, ആരൊക്കെ ആക്ഷേപിച്ചാലും ആ വിശുദ്ധ ഖുർആനിന്റെ ഒരനുയായിയായി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാൻ സൂചിപ്പിച്ചത്, സത്യം അന്വേഷിക്കുന്ന, സത്യം എവിടെയാണ് എന്ന് തേടി നടക്കുന്ന, സമാധാനത്തിന്റെ വഴി അന്വേഷിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ അന്വേഷണത്തിന്റെ മറുപടിയായി വിശുദ്ധ ഖുർആൻ അവർക്ക് മുമ്പിൽ സമാധാനത്തിന്റെ, സത്യത്തിന്റെ, പ്രകാശത്തിന്റെ വഴി തുറന്നു കൊടുക്കുമ്പോൾ പാരമ്പര്യമായി ഖുർആനിന്റെ ആളുകളാണ് എന്ന് പറയുകയും ആ ഖുർആനിനെ മുറുകെ പിടിക്കുന്നവരാണ് എന്ന് വിശേഷിപ്പിക്കുകയും ആ ഖുർആനിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ രോഷം കൊണ്ട് തുള്ളുകയും ചെയ്യുന്ന
ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിനോട് വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് എന്ത് മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മറുപടി പറയണം. എന്റെ ജീവിതത്തിൽ ഇന്ന മാറ്റങ്ങൾ ഉണ്ടായത് വിശുദ്ധ ഖുർആനിന്റെ ഇന്ന കൽപ്പനകൾ കൊണ്ടാണ് എന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്കാണ് സാധിക്കുക എന്ന് ഖുർആൻ പഠിക്കുന്ന, അത് അംഗീകരിക്കുന്ന, അത് എന്റേതാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇരുട്ടിലാണ് ലോകം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഏത് ഭാഗത്തേക്ക് നോക്കിയാലും മനസ്സിന് സമാധാനം നൽകുന്ന കാഴ്ചകളില്ല. നന്മയെയും ധർമ്മത്തെയും സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും അമ്പരപ്പിക്കുന്ന കാഴ്ചകളും വർത്തമാനങ്ങളുമാണ് ഓരോ ദിവസവും നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തിന്റെ പ്രകാശ കിരണങ്ങൾ പോലും അന്യമായി കൊണ്ടിരിക്കുന്നു ഈ ലോകത്ത്. പലപ്പോഴും സാധാരണയായി നമ്മളൊക്കെ വളരെ മോശപ്പെട്ട ഒരു സമൂഹത്തെ കുറിച്ചും ഒരു കാലഘട്ടത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ മതപ്രസംഗ വേദികളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള ഒരു പ്രയോഗമാണ് ജാഹിലിയ കാലഘട്ടം എന്ന ഒരു പദം. ഇരുട്ടിന്റെ കാലഘട്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള അറേബ്യയിലെ ഇരുണ്ട കാലഘട്ടം. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വിലയില്ലാത്ത, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായ, അനീതിയും അധർമ്മവും ലോകം ഭരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് നോക്കിയാണ്, ആ കാലഘട്ടത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇരുട്ടിന്റെ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ലോകത്തോട് സംസാരിക്കാറുള്ളത്. പക്ഷേ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ജാഹിലിയ കാലത്തെ കുറ്റം പറയാൻ നമുക്കെന്താ അവകാശമുള്ളത്? ജാഹിലിയ കാലത്തെ കുറിച്ച് കുറ്റപ്പെടുത്താൻ നമുക്ക് എന്ത് അവകാശമുണ്ട് എന്ന് ചിലപ്പോഴൊക്കെ സ്വയം തോന്നാറുണ്ട്. കാരണം ജാഹിലിയത്തിനേക്കാൾ അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കേണ്ടി വന്നത് എന്ന തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ കാരണം. ജാഹിലിയ കാലഘട്ടത്തിന്റെ വൃത്തികേടുകളുടെ ആഴം, ജാഹിലിയത്തിന്റെ ഇരുട്ടിന്റെ ആഴം സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രയോഗം, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിക്ക് ജനിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നു. ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്നു ആ സമൂഹം. ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ അവിടെ സ്വാതന്ത്ര്യമില്ലാതിരുന്നു, ഇല്ലായിരുന്നു. ഇത് ജാഹിലിയത്തിന്റെ ഒരു വലിയ കുറ്റമായി നമ്മൾ പലപ്പോഴും എടുത്തു പറയാറുണ്ട്. സത്യമാണ്. വിശുദ്ധ ഖുർആൻ അതിന് സാക്ഷിയാണ്. ഒരാൾക്ക് ജനിച്ച കുട്ടി പെണ്ണാണ് എന്നറിഞ്ഞാൽ അയാൾ പതുക്കെ സമൂഹത്തിൽ നിന്ന് പിൻവലിയും. ആരും കാണാത്ത ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകും. എന്നിട്ട് അയാൾ ഒറ്റക്കിരുന്ന് ചിന്തിക്കും, എനിക്ക് ജനിച്ച ഈ പെൺകുഞ്ഞിനെ മാനക്കേട് സഹിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ഞാൻ വളർത്തണോ, അതല്ല ആ പെൺകുട്ടിയെ കൊന്ന് അഭിമാനിയായി സമൂഹത്തിലേക്ക് തിരിച്ചു പോണോ? അയാൾ ആലോചിക്കും. പിന്നെ തീരുമാനിക്കും, മാനം കെട്ട് ജീവിക്കുന്നേക്കാൾ നല്ലത് ജീവിക്കാതിരിക്കല്ലേ, അതുകൊണ്ട് ആ പെൺകുട്ടിയെ കൊന്നുകളയാം. കുഴി കുത്തി ആ ജീവനുള്ള കുട്ടിയെ കുഴിയിലേക്കിട്ട് തലയിലേക്ക് മണ്ണ് വാരിയിട്ട് ആ കുട്ടി മരിച്ചെന്ന് ഉറപ്പുവരുത്തി ആ ആയുധവും തോളിൽ വെച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി അയാൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഞാൻ എന്റെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു, എന്റെ പെൺമകളെ ഞാൻ കുഴിച്ചുമൂടിയിരിക്കുന്നു. അതൊരു അഭിമാനമായി അവർക്ക്. വിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്ത് ഒരിക്കലെങ്കിലും പോയ ആളുകൾ ആ കഅബാലയത്തിനും മസ്ജിദുൽ ഹറാമിനും ചുറ്റുമുള്ള ചരിത്ര സ്ഥലങ്ങൾ തേടി പോകുമ്പോ ആ കഅബാലയത്തിന്റെ തൊട്ടു മുമ്പിൽ തന്നെ വെറും കറുത്ത മണ്ണുള്ള വെറുതെ കിടക്കുന്ന ഇത്തിരി സ്ഥലം നമുക്ക് കാണാം. ഒരു ഇഞ്ച് മണ്ണിന് കോടികൾ വിലമതിക്കുന്ന ആ നാട്ടിലാണ് വെറുതെ കിടക്കുന്ന മണ്ണ്. അതെന്താണ് എന്ന് അവിടെയുള്ള വിവരമുള്ള ഒരാളോട് ചോദിച്ചാൽ അവർ നമുക്ക് മറുപടി പറഞ്ഞു തരും.
പണ്ടുകാലത്ത് ഈ പ്രദേശത്ത് ജനിച്ചിരുന്ന പെൺകുട്ടികളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന ആ പുരാതനമായ മഖ്ബറയാണിത് എന്ന് അവർ നമുക്ക് പറഞ്ഞു തരും. ജീവിക്കുന്ന തെളിവാണ്. വിശുദ്ധ ഖുർആൻ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ ജാഹിലിയത്തിനെ കുറ്റം പറയാൻ ആധുനിക കാലഘട്ടത്തിന് എന്ത് അവകാശമുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം, ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുന്നത് യുദ്ധങ്ങൾ കൊണ്ടല്ല, കലാപങ്ങൾ കൊണ്ടല്ല, പട്ടിണി കൊണ്ടല്ല, രോഗം കൊണ്ടല്ല, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടല്ല. ഏറ്റവും കൂടുതൽ ജീവനുകൾ ഓരോ ദിവസവും നഷ്ടപ്പെടുന്നത് ഭ്രൂണഹത്യയിൽ കൂടിയാണ്. ഭ്രൂണഹത്യ എന്താ സാധനം? മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപപ്പെട്ടു വരുന്ന ജീവന്റെ തുടിപ്പിനെ അതിമാരകമായ കെമിക്കലുകൾ ഉപയോഗിച്ച് ഗർഭാശയത്തിൽ വെച്ച് തന്നെ കൊന്നുകളയുന്ന ക്രൂരമായ നടപടിയാണ് ഭ്രൂണഹത്യ. പല രാജ്യങ്ങളും ഭ്രൂണഹത്യ നിയമം മൂലം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ ഗർഭിണിയായ സ്ത്രീക്ക് ഈ കുട്ടിയെ എനിക്ക് ആവശ്യമില്ല എന്ന് കണ്ടാൽ ആ കുട്ടിയെ സ്വയം നശിപ്പിക്കാൻ ആ സ്ത്രീക്ക് അവകാശമുണ്ട് എന്ന് നീതിന്യായ കോടതികൾ പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവനുകൾ നശിപ്പിക്കപ്പെടുന്നത് ഭ്രൂണഹത്യയിൽ കൂടിയാണ്. ആ ഭ്രൂണഹത്യ പല കാരണം കൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഭ്രൂണഹത്യകൾ നടക്കുന്നത് ആ ഭ്രൂണം അതൊരു പെൺകുഞ്ഞിന്റെ ഭ്രൂണമാണ് എന്ന കാരണത്താലാണ്. ഈ ഭ്രൂണം വളർന്നു വലുതായാൽ അതൊരു പെൺകുട്ടിയായി മാറും എന്ന തിരിച്ചറിവ് കൊണ്ട് ആ ഭ്രൂണത്തെ നശിപ്പിക്കുന്ന പെൺഭ്രൂണഹത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുത്തുന്നത് എന്നാണ് വിശ്വാസയോഗ്യമായ കണക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജാഹിലിയ കാലത്തെ പെൺകുട്ടിക്ക് മാതാവിന്റെ ഗർഭാശയത്തിൽ 9 മാസം പൂർത്തിയാക്കാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴാൻ അവൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു. ഇത്തിരി നേരമാണെങ്കിലും മാതാവിന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കാനും മാതാവിന്റെ അമ്മിഞ്ഞപ്പാല് കുടിക്കാനും ആ പെൺകുട്ടിക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ ഭാഗ്യമുണ്ടായിരുന്നു. കുറച്ചു കാലമെങ്കിലും ഈ ലോകത്തിന്റെ വായു ശ്വസിക്കാനും ഈ ലോകത്തിന്റെ വെളിച്ചം കാണാനും ആ പെൺകുട്ടിക്ക് അവസരമുണ്ടായിരുന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ പിറക്കുന്ന ഒരു പെൺകുട്ടിക്ക് ആ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടില്ലേ? മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരാനോ സ്വന്തം ഉമ്മയുടെ ശരീരത്തിന്റെ ചൂടേറ്റ് ചേർന്ന് കിടക്കാനോ ഒരു പ്രാവശ്യമെങ്കിലും ഉമ്മയുടെ മുലയിൽ തനിക്ക് വേണ്ടി സൃഷ്ടിച്ച അമ്മിഞ്ഞപ്പാല് കുടിക്കാനോ അവസരമില്ലാത്ത വിധം ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ക്രൂരമായി ആ കുട്ടിയെ കൊന്നുകളയുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജാഹിലിയത്തിനെ കുറ്റം പറയാൻ എന്താ അവകാശം സുഹൃത്തേ? ഒരു കുഴി കുത്തിയിട്ട് നമ്മളെ കുട്ടീനെ ആ കുഴിയിലേക്ക് ഇട്ടിട്ട് ആ കുട്ടിയുടെ തലയിലേക്ക് നമ്മൾ മണ്ണ് വാരിട്ട് കുട്ടിനെ കൊന്നു നോക്കുക. ആ കുട്ടി എത്ര നേരം ആ കുഴിയിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെടും? ഒരു 2-3 മിനിറ്റ് അത് മതി. അപ്പോഴേക്ക് ശ്വാസം കിട്ടാതെ കണ്ണിലും മൂക്കിലുമൊക്കെ മണ്ണ് കയറി ആ കുട്ടി മരിക്കും. ഒരു 3-4 മിനിറ്റ് ആ കുട്ടി ജീവന് വേണ്ടി ഒന്ന് പെടയും, പിന്നെ ആ കുട്ടി മരിക്കും. കഴിഞ്ഞു. ജാഹിലിയ കാലത്തെ കാട്ടറബി, മനുഷ്യത്വമില്ലാത്ത കാട്ടറബി തന്റെ മകളെ 3-4 മിനിറ്റ് വേദനിപ്പിച്ച് കൊന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കണം, മെഡിക്കൽ ഷോപ്പിൽ കയറി ചോദിക്കണം, നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കണം. ഒരു ഭ്രൂണഹത്യക്ക് വേണ്ടി, ഒരു ഗർഭം അലസിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ മരുന്ന് കുടിച്ചാൽ ഈ മരുന്നുകൊണ്ട് ആ മാതാവിന്റെ ഗർഭാശയത്തിലെ ജീവൻ അത് പെടഞ്ഞില്ലാതാവാൻ എത്ര സമയമെടുക്കുമെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്.
24 മണിക്കൂറിലേറെ സമയമെടുക്കും ആ ജീവന്റെ തുടിപ്പ് പടഞ്ഞു ഇല്ലാതാവാൻ. ജാഹിലിയത്തിലെ കാട്ടറബി 2-3 മിനിറ്റ് വേദനിപ്പിച്ച് തന്റെ മകളെ കൊന്നുവെങ്കിൽ 24 മണിക്കൂറിലേറെ ആ ജീവനെ വേദനിപ്പിച്ചാണ് 21-ാം നൂറ്റാണ്ടിലെ ആധുനികനെന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും ആ ജീവനെ കൊല്ലുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, ജാഹിലിയത്തിനെ കുറ്റം പറയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? ജാഹിലിയത്തിലെ കാട്ടറബിയെ കുറ്റപ്പെടുത്താൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാവാൻ മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികൾക്ക് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സ്, തന്റെ അനുയായികൾക്ക് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സ് പ്രവാചകന്റെ അന്നത്തെ സംസാരത്തിന്റെ വിഷയം പാപങ്ങളെ കുറിച്ചാണ്. മനുഷ്യന്റെ ഭാഗത്ത് സംഭവിക്കുന്ന കൊടിയ തെറ്റുകളെ കുറിച്ചാണ് പ്രവാചകൻ അവരോട് സംസാരിക്കുന്നത്. ഏറ്റവും വലിയ തെറ്റായി, ഏറ്റവും വലിയ പാപമായി പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ശിർക്ക്, അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങൾ, അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട പ്രാർത്ഥനകൾ, സഹായാർത്ഥനകൾ അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുക, അള്ളാഹുവിന്റേതു മാത്രമായ വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക, അള്ളാഹുവിന്റേതു മാത്രമായ കഴിവുകൾ അള്ളാഹു അല്ലാത്തവർക്കുമുണ്ട് എന്ന് വിശ്വസിക്കുക, അള്ളാഹുവിന്റേതു മാത്രമായ പ്രവർത്തനങ്ങളിൽ അള്ളാഹു അല്ലാത്തവർക്കും നമ്മൾ പങ്കനുവദിച്ചു കൊടുക്കുക. ഈ ശിർക്കാണ് ഏറ്റവും കൊടിയ പാപമെന്നും അത് ചെയ്യുന്നവൻ കാലാകാലം നരകത്തിലാണെന്നും ഒരു കാലത്തും അവന് മോചനമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ ശിർക്ക് കഴിഞ്ഞാൽ തന്റെ സൃഷ്ടാവായ അല്ലാഹുവിന് ചെയ്തു കൊടുക്കേണ്ട, അല്ലാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു അല്ലാത്ത മറ്റുള്ളവർക്കും സമർപ്പിക്കുന്ന ആ പങ്കാളിത്തമെന്ന ശിർക്ക്, ആ മഹാപാപം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൊടിയ പാപം ഏതാണ് എന്ന് റസൂലുള്ളാഹ് ആ സദസ്സിന് പഠിപ്പിച്ചു കൊടുക്കുക. ഏതാണെന്നറിയോ? ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെ ചീത്ത പറയലാണ്. എങ്ങനെ? ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെ ചീത്ത പറയലാണ് ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൊടിയ പാപം എന്ന് റസൂലുള്ളാഹ് പഠിപ്പിക്കുക. മാതാപിതാക്കളെ കൊല്ലുക എന്നല്ല പറഞ്ഞേ, മാതാപിതാക്കളെ പട്ടിണിക്കിടുക എന്നല്ല പറഞ്ഞേ, മാതാപിതാക്കളെ ചവിട്ടി പുറത്താക്കുക എന്നല്ല പറഞ്ഞേ. ഒരാൾ തന്റെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും കൊടിയ പാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോ ആ ശബ്ദം കേൾക്കുന്ന സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ ജനിച്ച് ജാഹിലിയത്തിൽ വളർന്ന് ജാഹിലിയത്തിന്റെ എല്ലാ തിന്മകളും കണ്ടറിഞ്ഞ ആ മനുഷ്യൻ അയാൾ എണീറ്റ് നിന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സംശയം ചോദിക്കുക. എന്താ സംശയം എന്നറിയോ? അള്ളാഹുവിന്റെ റസൂലേ, ഏതെങ്കിലും മനുഷ്യന് തന്റെ വാപ്പാനിമാനെയും ചീത്ത പറയാൻ കഴിയുമോ റസൂലേ? ഒരാൾ തന്റെ മാതാപിതാക്കളെ ചീത്ത പറയൽ കടുത്ത പാപമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ ജാഹിലിയത്തിന്റെ വൃത്തികേട് ജീവിച്ച ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നത്, ഒരു മനുഷ്യന് തനിക്ക് ജന്മം നൽകിയ ഗർഭാശയത്തിന്റെ ഉടമസ്ഥയായ മാറിടത്തിന്റെയും അടിത്തട്ടിന്റെയും ചൂട് നൽകി തന്നെ വളർത്തിയെടുത്ത, വിരൽ തുമ്പ് പിടിച്ച് തന്നെ നടത്തം പഠിപ്പിച്ച തന്റെ ബാപ്പയെയും ഉമ്മയെയും ചീത്ത പറയാൻ ഒരു മകൾക്കോ ഒരു മകൾക്കോ സാധിക്കുമോ റസൂലേ എന്നാണ് അയാളുടെ സംശയം. നിങ്ങൾ ആലോചിച്ചോ, ജാഹിലിയ കാലത്ത് ഏറ്റവും വൃത്തികെട്ട കാലമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ആ ജാഹിലിയ
കാലത്ത് വളർന്ന ആ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. എന്ത് മാതാപിതാക്കളെ ചീത്ത പറയാൻ പറ്റിയ ഒരു മകനെ കൊണ്ട് അതിന് കഴിയോ? നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയോ? നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയോ? നമ്മുടെ മാതാപിതാക്കളെ ചീത്ത പറയാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളെ ബാപ്പാനോടും ഉമ്മാനോടൊക്കെ ചോദിച്ചു നോക്കി. മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കുള്ള ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിക്കും. എന്റെ കുട്ടി എന്നെ പട്ടിണി കിട്ടു എന്ന് മാതാപിതാക്കൾ പറയില്ല. എന്റെ കുട്ടി എന്നെ അടിച്ചു എന്ന് മാതാപിതാക്കൾ പറയില്ല. എന്റെ കുട്ടി എന്നെ ചവിട്ടി പുറത്താക്കി എന്ന് മാതാപിതാക്കൾ പറയില്ല. പകരം എന്താ പറയുന്നറിയോ? ഓരോ വർത്താനാണ് സഹിക്കാൻ വയ്യാത്തത്. മക്കളുടെ വാക്കുകളാണ് താങ്ങാൻ കഴിയാത്തത്. അവരുടെ ഓരോ സംസാരം അത് മനസ്സിനെ കീറി മുറിക്കാണ്, വേദനിപ്പിക്കാണ്, കരയിപ്പിക്കാണ്. ജാഹിലിയത്തിലെ കാട്ടറബിക്ക് അത് പരിചയമല്ല. മാതാപിതാക്കളെ ചീത്ത പറയും. അങ്ങനെ ഒരു സംഭവം ഈ ലോകത്തുണ്ടാവുക റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ. അതിന് കൊടുത്ത മറുപടി ഏറെ പ്രസക്തമാണ്. പ്രവാചകൻ പറഞ്ഞത്, ഒരുപക്ഷേ ഒരു മകനോ മകൾക്കോ തന്റെ മാതാപിതാക്കളെ നേർക്ക് നേരെ തെറി പറയാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്നാൽ അവൻ മറ്റൊരുത്തന്റെ മാതാപിതാക്കളെ ചീത്ത പറയും. അവൻ തിരിച്ച് ഇവന്റെ മാതാപിതാക്കളെ ചീത്ത പറയും. അത് സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറഞ്ഞതിന് തുല്യമാണ്. നമ്മളൊക്കെ ദേഷ്യം വന്നാലേ, ഒരാളോട് ദേഷ്യം വന്നാലേ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ തെറിയ തരങ്ങള് എന്റെ വാപ്പാന്റെ അല്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ പച്ചച്ചെറി, തുണി ഉടുക്കാത്ത തെറി. അത് കേൾക്കുന്നു അതേ പദം ഉപയോഗിച്ചോ അതിനേക്കാൾ ഇത്തിരി ഡോസ് കൂട്ടിയോ നമ്മളോട് തിരിച്ചിങ്ങോട്ടും പറയും. അല്ലാഹുവിന്റെ ഹബീബ് പറയണേ, അത് സ്വന്തം മാതാപിതാക്കളെ തെറി പറഞ്ഞതിന് തുല്യമാണ്. പ്രിയപ്പെട്ട സഹോദര, ഞാൻ ആമുഖമായിട്ട് ഈ പറഞ്ഞു വെച്ചത് ഏറ്റവും വൃത്തികെട്ട കാലഘട്ടമെന്ന് നാം വിശേഷിപ്പിച്ച ആ ജാഹിലിയ കാലഘട്ടത്തിനേക്കാൾ ദുഷിച്ച ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ടി വന്നപ്പോൾ ഈ കാലഘട്ടത്തിന് മാറ്റമുണ്ടാവണമെന്നും ഈ കാലഘട്ടത്തിൽ ധാർമ്മികമായ പുരോഗതി ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മുടെ സ്ഥാനമെങ്കിൽ തീർച്ചയായും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലെ ആ വൃത്തികെട്ട ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കാൻ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുനാഥൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചത്? ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഖുർആൻ എന്ന ആ അത്ഭുതത്തിന്റെ അത്ഭുതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അതിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ടാവണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശാസ്ത്രീയമായ ഒട്ടനേകം പ്രഖ്യാപനങ്ങളിലൂടെ ഖുർആൻ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ചരിത്രപരമായ ഒട്ടനേകം വിശദീകരണങ്ങളിലൂടെ ചരിത്ര പണ്ഡിതന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും വിശുദ്ധ ഖുർആൻ അമ്പരപ്പിച്ചിട്ടുണ്ട്. സാഹിത്യപരമായി ആ ഖുർആനിന്റെ പ്രയോഗങ്ങൾ ഇന്നോളമുള്ള സാഹിത്യ നിരൂപകന്മാരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ആയത്തോതിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാലേ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഒരു സ്വപ്നം പോലെ അങ്ങനെ കേൾക്കുകയുള്ളൂ. അങ്ങനെ കണ്ടോ യാ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ അതിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ടാവണം. നമ്മുടെ മനസ്സിന് പച്ചയായിട്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ അത് ഗുണകരമാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഈ ദിശയിലൂടെ ഞാൻ സഞ്ചരിക്കാൻ തീരുമാനിച്ചത്. ഖുർആനിൽ ലോകത്തിലെ ഞെട്ടിച്ച അത്ഭുതങ്ങൾ ഏറെ. ആധുനികമായ സൗകര്യങ്ങളില്ലാത്ത കാലത്ത്, സൂക്ഷ്മദർശിനികളും ദൂരദർശിനികളും ഇല്ലാത്ത കാലത്ത് ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ശാസ്ത്രജ്ഞന്മാർ അവർ അത് കണ്ടെത്തിയപ്പോൾ ആ ഖുർആനിന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രഖ്യാപനത്തിന്റെ മുമ്പിൽ അഹങ്കാരമില്ലാത്തവർ തലകുനിച്ചിട്ടുണ്ട്.
സൂറത്തുൽ മുഅ്മിനൂനിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചുള്ള ഖുർആനിന്റെ ഒരു പരാമർശമുണ്ട്. എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിന്റെ നിർമ്മിതി മാതാവിന്റെ ഗർഭാശയത്തിൽ ആരംഭിച്ചത്, ഘട്ടം ഘട്ടമായുള്ള അതിന്റെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി, വളരെ സൂക്ഷ്മമായി ഖുർആൻ ഇങ്ങനെ പറയുമ്പോഴേ സൂക്ഷ്മദർശനികളില്ലാത്ത കാലത്ത്, ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ ഉപകരണങ്ങളില്ലാത്ത കാലത്ത്, ആശുപത്രികളില്ലാത്ത കാലത്ത്, ആധുനികമായ സംവിധാനങ്ങളില്ലാത്ത കാലത്ത്, കണ്ണുകൊണ്ട് നേർക്കുനേരെ കാണാൻ കഴിയാത്ത സൂക്ഷ്മമായ ജീവന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് ഖുർആനിന്റെ കൃത്യമായ പ്രഖ്യാപനം കേട്ട് എത്രയെത്ര ശാസ്ത്രജ്ഞന്മാർ, എത്രയെത്ര വിശക്വരന്മാർ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. വിമർശിക്കുവാൻ വേണ്ടി, ഇസ്ലാമിനെ കുറ്റപ്പെടുത്താനും ഇസ്ലാമിനെ കളിയാക്കാനും വേണ്ടി മാത്രം വിശുദ്ധ ഖുർആനിനെ പഠിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി ആ ഖുർആനിന്റെ പ്രചാരകരും പ്രബോധകരുമായി മാറിയ എത്രയെത്ര കഥകൾ ഈ ലോകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നും അത്തരം കഥ കേട്ടുകൊണ്ടിരിക്കുക. ഇസ്ലാമിലെയും മുസ്ലിങ്ങളെയും വളരെ ക്രൂരമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്ന് പോലും ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും അഭൗമമായ സൗന്ദര്യം കണ്ട് ആ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഖുർആനിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നത് നമ്മൾ ഇന്നും കേട്ടു. നമുക്ക് പറയാൻ കഴിയാത്ത മറുപടി. നമുക്ക് വർഷങ്ങളായി ഖുർആൻ ഓതുകയും പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും അർത്ഥം പഠിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റാത്ത മറുപടി ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ട്, ഇസ്ലാമിന്റെ സൗരഭ്യം കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സംഗീതജ്ഞന്മാർ, സാഹിത്യകാരന്മാർ, ക്രിക്കറ്റ് കളിക്കാർ, സംഗീത സംവിധായകന്മാർ, ഭരണാധികാരികൾ, ചിന്തകന്മാർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എങ്ങനെ? നമ്മളെ ഖുർആൻ ക്ലാസ് കേട്ടിട്ടല്ല, നമ്മുടെ ഖുർആൻ പരിഭാഷ വായിച്ചിട്ടല്ല, നമ്മുടെ ഖുർആൻ പരീക്ഷകൾ എഴുതിയിട്ടല്ല, നമ്മുടെ ഖുതുബകൾ കേട്ടിട്ടല്ല, നമ്മുടെ മദ്രസകളിൽ പഠിച്ചിട്ടല്ല. അവരെങ്ങനെയാണ് വന്നത്? വിശുദ്ധ ഖുർആനിനെ അവർ പഠിച്ചു. എന്തിനാ പഠിച്ചതറിയോ? സ്വീകരിക്കാൻ വേണ്ടി പഠിച്ചതല്ല. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ പറയുന്നുണ്ട്, അതിന്റെ വല്ല സത്യമുണ്ടോ എന്നറിയാൻ നിരൂപണ ബുദ്ധിയോടുകൂടി അവർ ഖുർആൻ പഠിച്ചപ്പോൾ ആ ഖുർആനിന്റെ ആയത്തുകൾ അവരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. സൂര്യൻ ചലിക്കാതെ പ്രപഞ്ചത്തിൽ നിശ്ചലമായി നിൽക്കുകയാണ് എന്ന് വിശ്വസിച്ച ഒരു കാലമുണ്ടായിരുന്നു ഈ ലോകത്ത്. സൂര്യൻ ചലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെ യൂറോപ്പിലെ ക്രൈസ്തവ മേലാളികളും രാജാക്കന്മാരും ജീവിതാവസാനം വരെ ജയിലിൽ അടച്ച ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അന്ന് ഖുർആൻ പച്ചക്ക് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും ഒക്കെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, എല്ലാം അവയുടെ താവളങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, എല്ലാത്തിനും അതിൻ്റെതായ സഞ്ചാര പദങ്ങളുണ്ട്. എന്താണ് ആ പ്രയോഗ തരങ്ങൾ? ഓരോന്നിനും സഞ്ചരിക്കുവാനുള്ള ഭ്രമണ പദങ്ങളുണ്ട്. സൂറത്ത് യാസീൻ ഒന്ന് എടുത്തുകാണ്ട് വായിച്ചു നോക്കണ്ടേ? ആ സൂറത്ത് യാസീനിന്റെ ഒരു പരിഭാഷ മുമ്പിൽ വെച്ച് നമ്മൾ അങ്ങനെ വായിച്ചു നോക്കണം. പ്രപഞ്ചത്തിന്റെ ഗോളങ്ങളുടെ അത്ഭുതങ്ങളെ കുറിച്ചുള്ള 14 നൂറ്റാണ്ട് മുമ്പ് അറേബ്യയുടെ ഊഷരമായ മരുഭൂമിയിൽ ദൂരദർശനികളില്ലാതെ, ആകാശവാന നിരീക്ഷണ ഉപകരണങ്ങളില്ലാതെ ഒട്ടകത്തിന്റെ പുറത്ത് കയറി നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കുകൾ അന്ന് ഖുർആനെ കളിയാക്കി പൊട്ടത്തരം. നിശ്ചലമെന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ച സൂര്യൻ ചലിക്കുന്നുണ്ട് എന്ന് ഇതാ ഖുർആൻ പറഞ്ഞിരിക്കുന്നു, ഖുർആൻ പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയവർ ഇന്നിപ്പോ എന്താ അവസ്ഥ? സൂര്യൻ ചലിക്കുന്നുണ്ടോ?
ചന്ദ്രൻ ചലിക്കുന്നുണ്ടോ? പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തു നിശ്ചലമായിട്ട് നിൽക്കുന്നുണ്ടോ? എല്ലാം അതിന്റെ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ശാസ്ത്രലോകത്തിന് വീണ്ടും നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നപ്പോഴാണ് ഒരു ഉപകരണത്തിന്റെയും സഹായമില്ലാതെ വിശുദ്ധ ഖുർആൻ ഗോളശാസ്ത്രത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഓരോന്ന് പറയാൻ എന്റെ മുമ്പിൽ സമയം അനുവദിക്കുന്നില്ല. ഖുർആനിന്റെ പച്ചക്ക് നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഖുർആനിന്റെ ഏറ്റവും വലിയ ഒരു അജയ്യത. ഇസ്ലാമിന് എത്രങ്ങാനും ശത്രുക്കളായി ലോകത്തുള്ളത്. ഒരു പ്രത്യേക വിഭാഗമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞത് ഈ ലോകത്തെ മുസ്ലിങ്ങൾക്ക് ഒരു കാലം വരും. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത എന്നറിയോ? വിശന്നിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഒരു പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുപോയി വെച്ചാൽ ആ പാത്രത്തിന്റെ ചുറ്റുഭാഗത്തുള്ള വിശക്കുന്ന ആളുകൾ എത്ര വേഗത്തിലാണോ ഈ ഭക്ഷണം എടുത്ത് കഴിക്കുക, അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ മുസ്ലിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം വരും. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമല്ലല്ലോ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മുസ്ലിങ്ങൾ പീഡിതരാണ്. ആരാ പോലെ പീഡിപ്പിക്കണേ? ഒരു പ്രത്യേക വിഭാഗമല്ല, ഓരോ നാട്ടിലും ഓരോരുത്തരാ ഈ പീഡനത്തിന്റെ മുന്നിൽ. നമ്മളൊക്കെ പത്രം വായിച്ചില്ലേ? മ്യാൻമറിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മുസ്ലിങ്ങൾ ജീവിക്കുവാൻ മാർഗമില്ലാതെ ജീവിതം നേടി കരിഞ്ചന്തക്കാരുടെ കള്ളക്കടത്തുകാരുടെ കപ്പലുകളിൽ കയറി വഞ്ചിക്കപ്പെട്ട് അവസാനം നടുക്കടലിൽ പൊരിവെയിലിൽ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ മരിച്ചു വീണ് കടലിലേക്ക് എറിയപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കണ്ണുനീരിന്റെ കഥ നമ്മൾ വായിച്ചില്ലേ? മ്യാൻമറിലെ ഈ പാവപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ആരോ ഉപദ്രവിച്ചത് നിങ്ങൾക്കറിയോ? ജൂതന്മാരല്ല, അമേരിക്കക്കാരല്ല, പിന്നെ ആരാന്നറിയോ? നമ്മളൊക്കെ പാഠപുസ്തകം പഠിപ്പിച്ചപ്പോ ഉറുമ്പിനെ പോലും നോവിക്കുന്നത് പാപമാണ് എന്ന് പഠിപ്പിച്ച ശ്രീബുദ്ധന്റെ അനുയായികളായ ബുദ്ധമത സന്യാസിമാരാണ് റോഹിംഗ്യയിലെ മുസ്ലിങ്ങളെ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചത് എന്ന് പറയുമ്പോ വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസല്ലേ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് പാപമാണെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ്. ആ നാട്ടിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന തങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത പാവപ്പെട്ട ഈ മുസ്ലിങ്ങളെ ആ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചത്. അവസാനം പുറംകടലിൽ വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരിച്ചു വീണ് കടലിലെറിയപ്പെട്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയത് മ്യാൻമറിൽ മാത്രമല്ല. നിങ്ങൾ ശ്രീലങ്കയിലെ മുസ്ലിങ്ങളോട് ചോദിച്ചു നോക്കി. ശ്രീലങ്കയിലെ മുസ്ലിങ്ങളെ ഏറ്റവും ഏറെ വേദനിപ്പിക്കുന്നത് നോവിക്കുന്നത് ആരാന്ന് ചോദിച്ചു നോക്കി. അതിന്റെ മറുപടി ബുദ്ധമത വിശ്വാസികൾ. ഞാൻ സൂചിപ്പിച്ചത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് തോന്നും ഈ കാലഘട്ടത്തിൽ അത് ഇത്തിരി കൂടുതലുണ്ട്. അത് തെറ്റാ. ആ ധാരണ തെറ്റാ. ഇന്നിപ്പോ മുസ്ലിങ്ങൾക്കെതിരെ വല്ലാത്ത ഒരു വളഞ്ഞിട്ട് ആ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവണത ലോകത്തുണ്ടായിട്ടുണ്ട് എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ചില ആളുകൾ അവരുടെ സങ്കടം പങ്കുവെക്കാറുണ്ട്. എന്നപ്പോ മുസ്ലിങ്ങൾക്ക് നേരെ എല്ലാവരും കൂടി ഇങ്ങനെ തിരിഞ്ഞിടുന്നു. അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ? ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. പൊന്നാര സഹോദര, ഈ ലോകത്ത് നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം വായിക്കുക. ഏത് കാലഘട്ടത്തിലാണ് ഈ ലോകത്ത് തൂവെള്ള മണൽ വിരിച്ച പൂവിരിച്ച വഴിയിലൂടെ ഈ ലോകത്തിലെ മുസ്ലിങ്ങൾ നടന്നുപോയ ഏതെങ്കിലും ഒരു കാലഘട്ടം ലോകത്തിന്റെ ചരിത്രത്തിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. ഏത് കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫിറഔന്റെ കൊട്ടാരത്തിൽ രാജ്ഞിയായി രാജകീയ സൗകര്യങ്ങളോടെ വാണരുളുന്ന ഫിറഔനിന്റെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയായി.
കൊട്ടാരത്തിന്റെ മൂലയിലിട്ട് ചവിട്ടി ചോര തുപ്പി ആ കൊട്ടാരത്തിന്റെ മൂലയിൽ ചുരുട്ടുകൂടി കിടക്കേണ്ടി വന്ന ഫിറഔനിന്റെ ഭാര്യയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ഗുജറാത്തിലെ കലാപത്തിൽ ഗർഭിണിയായ പെണ്ണിന്റെ വയറ് കുത്തിക്കീറി ആ ചോര കുഞ്ഞിനെ തൃശൂലം കൊണ്ട് കുത്തിയെടുത്ത് കത്തുന്ന തീയിൽ കാട്ടി വേവിച്ച കഥ കേട്ടപ്പോ രക്തം ഉറച്ചുപോയവനാ നമ്മൾ. പക്ഷേ അതിലും ക്രൂരമായ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിനെതിരെ സംഭവിച്ചത് വായിച്ചെടുക്കാൻ ആ ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായ കാലം പ്രവാചകന്റെ പ്രബോധനത്തിൽ ആകൃഷ്ടരായി ആ നാട്ടിലെ പാവപ്പെട്ടവരും അശരണരും അടിമകളുമായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാലം. ഒരു കുടുംബത്തിലെ 3 ആൾക്കാർ, ആരൊക്കെ? ബാപ്പിയും ഉമ്മയും മകനും. പേര് അമ്മാർ, മകൻ യാസിർ, ബാപ്പ സുമയ്യ, ഉമ്മ. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ 3 ആളെയും പരസ്പരം കാണത്തക്ക വിധം ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ട് വസ്ത്രങ്ങൾ വലിച്ചു ചീന്തി. ബാപ്പയുടെയും ഉമ്മയുടെയും മകന്റെയും വസ്ത്രങ്ങൾ വലിച്ചു ചീന്തി ക്രൂരമായി മർദ്ദിച്ച് ഇരുമ്പ് പഴുപ്പിച്ചെടുത്ത് അത് മാതാവിന്റെ ശരീരത്തിലേക്ക് പച്ചക്ക് കുത്തിക്കയറ്റുന്നത് ഭർത്താവും മകനും കണ്ണുകൊണ്ട് കാണേണ്ടി വന്നത് സഹിക്കാൻ കഴിയാതെ ഈത്തപ്പന മരത്തിൽ കിടന്ന് ആ മഹദി പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്നത് കാണാൻ കഴിയാതെ ബോധം നഷ്ടപ്പെട്ട് ഈത്തപ്പന മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന അമ്മാറിന്റെയും യാസറിന്റെയും ശരീരം ഒന്ന് മനസ്സിലൊന്ന് കണ്ടേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ആരോ പറഞ്ഞു, അമ്മാറിനെയും യാസിറിനെയും സുമയ്യയെയും ശത്രുക്കൾ കൊല്ലാകൊല ചെയ്യുന്നുണ്ട്. പക്ഷേ റസൂലിന് അങ്ങോട്ട് പോകാൻ നിർവാഹമില്ല, ശത്രുക്കൾ ശക്തരാണ്. പക്ഷേ മർദ്ദനങ്ങൾക്കിടയിൽ ഇത്തിരി നേരം വിശ്രമിക്കുവാൻ വേണ്ടി ശത്രുക്കൾ മാറിപ്പോയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് 3 ആളുകളുടെയും അടുത്തെത്തി. ജീവൻ നഷ്ടപ്പെട്ട് നിശ്ചലമായി കിടക്കുന്ന സുമയ്യ, ബോധം നഷ്ടപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അമ്മാറും യാസിറും, അവർക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് ഹബീബായ റസൂല് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ലാ തുഅദ്ദിബ് അഹദൻ മിൻ ആലി യാസിർ ബിന്നാർ. പടച്ചോനെ, ഈ കുടുംബത്തിന്ന് ഒരാളെ ഇനി നരകം കൊണ്ട് നീ ശിക്ഷിക്കരുതേ റബ്ബേ. ഒരു മനുഷ്യന് താങ്ങാവുന്നതിലപ്പുറം ഈ കുടുംബം സഹിച്ചു റബ്ബേ. ചില ആൾക്കാർ പറയും മുസ്ലിങ്ങൾക്ക് നല്ലൊരു നേതൃത്വമില്ലായിട്ടാണ് ഈ കോലത്തിലുള്ള പീഡനമൊക്കെ ഉണ്ടാകണേ. പൊന്നാര സഹോദര, അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ നല്ല ഒരു നേതാവ്, അള്ളാഹുവിന്റെ ഹബീബിനേക്കാൾ നല്ല ഒരു നേതാവിനെ ഈ ലോകം കണ്ടിട്ടുണ്ടോ? ആ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ പ്രവാചകന്റെ കൺമുമ്പിലൂടെ കഴുത്തിൽ കയറിട്ട് നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് മരുഭൂമിയിലെ കൂർത്തുകൂർത്ത കല്ലുകൾക്ക് മുകളിലൂടെ പേപ്പട്ടിയെ വലിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ മക്കയിലെ വികൃതി പിള്ളാർ ബിലാലിനെ വലിച്ചുകൊണ്ട് നടന്നത്? നേതൃത്വം മോശമായിട്ടാ? അല്ല, നേതൃത്വം മോശമായിട്ടല്ല, അത് മുസ്ലിങ്ങൾക്ക് അല്ലാഹു ഈ ലോകത്ത് പറഞ്ഞതാ. സുഖസുന്ദരമായ ഒരു ജീവിതം നയിച്ച പാരമ്പര്യം ഒരു കാലത്തും ഈ ലോകത്തില്ല. ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. അദ്ദുന്യാ, ഈ ദുനിയാവ് സിജ്നുൽ മുഅ്മിൻ, സത്യവിശ്വാസികൾക്ക് ജയിലായിരിക്കും. വ ജന്നത്തുൽ കാഫിർ, സത്യനിഷേധിക്ക് അത് സ്വർഗ്ഗമായിരിക്കും. ഈ ലോകത്ത് ഏറ്റവും കൊടിയ പരീക്ഷണങ്ങൾക്കും ഏറ്റവും കൊടിയ ഉപദ്രവങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരാക്കപ്പെട്ടവർ ആരാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചപ്പോൾ, ഈ ലോകത്ത് ഏറ്റവുമേറെ പീഡനങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയരാക്കപ്പെട്ടത് ആരാണ് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടി അൽ അംബിയാ. അൽ അംബിയാ, പ്രവാചകന്മാർ.
പ്രവാചകന്മാർ പീഡിപ്പിക്കപ്പെട്ടത്ര, പ്രവാചകന്മാർ ഉപദ്രവിക്കപ്പെട്ടത്ര, പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടത്ര ഈ ഭൂമിയുടെ മുകളിൽ മറ്റാരും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് മുസൽമാന്റെ ജീവിതത്തിന് പറഞ്ഞതാണ്. ആ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ ഏത് കാലത്തും മുസൽമാന്റെ കൂടപ്പിറപ്പായി ഉണ്ടാവും. ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിച്ചത്, ചരിത്രം അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച പ്രവാചകന്മാരുടെ കഥകൾ അത്രയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ സംഗതിയാണ്. തുർക്കിയുടെ തീരത്ത് ചുവന്ന കുപ്പായമിട്ട് കാലിൽ കൊച്ചു ഷൂ അണിഞ്ഞ് പാതിമുഖം മണലിൽ പൂഴ്ത്തി മരിച്ചു കിടക്കുന്ന 5 വയസ്സുകാരൻ ഐലാൻ കുർദി നമ്മുടെ മനസ്സിന്റെ നൊമ്പരമാണ്. സത്യം, ഒരു കാലത്ത് ഇസ്ലാമിക ജീവിതത്തിന്റെ പ്രതാപത്തിന്റെ രാജ്യമായിരുന്ന, സൗന്ദര്യത്തിന്റെയും പണക്കൊഴുപ്പിന്റെയും രാജ്യമായിരുന്ന, ഏറ്റവും സുന്ദരിമാരായ സ്ത്രീകൾ ജീവിച്ചിരുന്ന രാജ്യമായ സിറിയയിലെ സുന്ദരിമാരായ പെൺകുട്ടികൾ മാനം വിറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ അതിർത്തികളിൽ മുള്ളുവേലികൾക്കിപ്പുറം പട്ടാളക്കാർക്ക് മാനം വിറ്റ് പകരം കിട്ടിയ റൊട്ടികൾക്ക് വേണ്ടി യാചിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ മനസ്സിന്റെ നൊമ്പര കാഴ്ചകളാണ്. ഇതൊന്നും നമ്മൾ മറക്കൂല. പക്ഷേ അത് ലോകത്തിന്റെ നിത്യ സംഭവങ്ങളാണ്, ലോകത്തിന്റെ പതിവുകൾ അങ്ങനെയാണ്. അത്തരം പീഡനങ്ങളോ കഷ്ടപ്പാടുകളോ അത്തരം ദുരിതങ്ങളോ ദുരന്തങ്ങളോ ഈ ലോകത്ത് ഇസ്ലാമിനെ നിസ്സഹായമാക്കിയിട്ടില്ല, ഇസ്ലാമിനെ തളർത്തിയിട്ടില്ല. എന്തെങ്ങൾ ചരിത്രം വായിച്ചിട്ടില്ലേ? താർത്താരികൾ ലോകത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് കാർമേഘം പോലെ ആർത്തലച്ചു വന്ന ഒരു ജനവിഭാഗം, ഉയരം കുറഞ്ഞ മഞ്ഞ നിറമുള്ള ഒരു പ്രത്യേക ജനവിഭാഗം. അവർക്കൊന്നിനെയും പേടിയില്ല, അവർക്ക് നാടില്ല, അവർക്ക് വീടില്ല, അവർക്ക് സ്വത്തില്ല. കന്നുകാലികളും അവരും. ആ കന്നുകാലികളെ മേച്ചങ്ങനെ പോവുക, ആ കന്നുകാലികളെ അറുക്കുക, അതിന്റെ മാംസം തിന്നുക, അതിന്റെ പാല് കൊടുക്കുക, അങ്ങനെ പോവുക. 1, 2 അല്ല, ലക്ഷങ്ങളാണ് താർത്താരികൾ. ഏത് നാട്ടിലേക്കാണോ ചെല്ലുന്നത് ആ നാടിനെ അവർ നശിപ്പിച്ച് ശവപ്പറമ്പാക്കി മാറ്റും. ഒരാളും വെറുതെ വിടൂല, എല്ലാവരെയും കൊന്നൊടുക്കും. എത്രയെത്ര ചക്രവർത്തിമാരെ, എത്രയെത്ര സാമ്രാജ്യങ്ങളെ തകർത്തെറിഞ്ഞു. തർത്താരികളുടെ അക്രമത്തിൽ ഈ ലോകത്ത് ഏറ്റവുമേറെ നഷ്ടം പറ്റിയവർ ആരാണെന്ന് ചോദിച്ചാൽ ചരിത്രം മറുപടി പറയും, മുസ്ലിങ്ങളാണ്. അഫ്ഗാനിസ്ഥാൻ ഭാഗത്തുകൂടി ഇറങ്ങി ഇസ്ലാമിക രാജ്യങ്ങളെ നിലംപരിശാക്കി മാന്യമായി ജീവിക്കുന്ന ചക്രവർത്തിമാരെയും രാജ്യങ്ങളെയും അപമാനത്തിന്റെ കൊടുങ്കയത്തിലേക്ക് തള്ളിവിട്ട് തകർത്തെറിഞ്ഞ് ഒരാൾക്കും പ്രതിരോധിക്കാനാവാത്ത അക്രമത്തിന്റെ പര്യായമായ തർത്താരികൾ ഇസ്ലാമിക ലോകത്തിന് കാശക്കി എറിഞ്ഞിട്ടില്ലേ? അവരുടെ പള്ളികളും പാഠശാലകളും അവരുടെ ലൈബ്രറികളും അവർ കത്തിച്ച് ചാരമാക്കി കളഞ്ഞില്ലേ? അവരുടെ പെൺകുട്ടികളെയും സ്ത്രീകളെയും അവർ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞില്ലേ? ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിന്റെ മുമ്പും ശേഷവും ലോക ചരിത്രം അടയാളപ്പെടുത്തിയതുപോലെ മുസ്ലിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിന് കയ്യും കണക്കുണ്ടോ? 1-ാം ലോക മഹായുദ്ധത്തില് സഖ്യകക്ഷികൾ, അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള സഖ്യകക്ഷികൾ അറബ് രാജ്യങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ കൂടെ നിന്നാൽ, യുദ്ധത്തിൽ ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങളുടെ രാജ്യങ്ങളെ ഞങ്ങൾ സ്വതന്ത്രമാക്കാമെന്ന് വാക്കുകൊടുത്ത് അറബ് രാജ്യങ്ങളിലെ ചെറുപ്പക്കാർ ചോരയും ചങ്കും നൽകി മുതലാളിത്ത സാമ്രാജ്യത്തെ രാജ്യങ്ങൾക്ക് വേണ്ടി പൊരുതിയില്ലേ? 1-ാം ലോക മഹായുദ്ധത്തിൽ യുദ്ധം കഴിഞ്ഞപ്പോ ചതിച്ചില്ലേ? യുദ്ധം നടന്നുകൊണ്ടിരിക്കെ തന്നെ അറബ് രാജ്യങ്ങളെ പരസ്പരം പങ്കിട്ടെടുക്കുവാൻ വേണ്ടി ആസൂത്രണം ചെയ്തില്ലേ മുതലാളിത്ത സാമ്രാജ്യത്തെ രാജ്യങ്ങൾ? അവസാന ശ്വാസം വരെ തങ്ങൾക്കൊപ്പം നിന്ന് പൊരുതിയ അറബ് മുസ്ലിങ്ങൾക്ക് എക്കാലത്തും മറക്കാൻ കഴിയാത്ത ശിക്ഷയായി ഫലസ്തീനിന്റെ മാറിൽ ഇസ്രയേലിനെ സ്ഥാപിച്ച് മുസ്ലിങ്ങളോടുള്ള പകപോക്കിയില്ലേ? അവിടുന്ന് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ ലോകം കൈയടക്കിയപ്പോഴും
വ്യത്യസ്തങ്ങളായ പ്രാദേശികമായ വിപ്ലവങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളും ലോകത്തിന്റെ ചരിത്രങ്ങളെ മാറ്റിമറിച്ചപ്പോഴും ഈ ലോകത്ത് ഏറ്റവുമേറെ നഷ്ടം പറ്റിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി മുസ്ലിങ്ങൾക്കാണ്. അവസാനം രണ്ടും ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം അമേരിക്കയും റഷ്യയും ലോകത്തിലെ രണ്ട് അച്ചുതണ്ടുകളുടെ നേതൃത്വമായപ്പോൾ പോലും ആ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ ആയുധങ്ങളുടെ പരീക്ഷണശാലയാക്കി മുസ്ലിം രാജ്യങ്ങളെ മാറ്റിയതിന് ലോകത്തിന്റെ ചരിത്രം സാക്ഷിയല്ലേ? അഫ്ഗാനിസ്ഥാനും ഇറാനും ഇറാഖും സിറിയയും തുർക്കിയും എത്രയെത്ര ഉദാഹരണങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരും എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാരും ഒരു കാര്യം മനസ്സിലാക്കണം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുത്തരിയായ പുതിയ ഒരു സംഭവമല്ല. ഏത് കാലത്തും ഇസ്ലാമിന്റെ ആശയങ്ങളെയും ഇസ്ലാമിന്റെ നൈതിക മൂല്യങ്ങളെയും അതിന്റെ ധാർമ്മികതയും അതിനെ കൊന്നു കുടിച്ചു മൂടാൻ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അത്ഭുതം ഇല്ല. എന്നാൽ ഇത്രയും രൂക്ഷമായ ഒരവസ്ഥയിലും ഇസ്ലാം ഇത്രയേറെ പ്രതിക്കൂട്ടിൽ അടക്കപ്പെട്ട ഈ കാലഘട്ടത്തിലും ലോകത്ത് ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന മതം ഏതാണ് എന്ന ചോദ്യത്തിന് ലോകം നൽകുന്ന മറുപടി ഇസ്ലാം എന്നാണ്. ഇസ്ലാം എന്നാണ്. എന്താ അതിന് കാരണം? മുസ്ലിങ്ങളുടെ മാതൃകാപരമായ ജീവിതം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകി വരികയാണോ? മുസ്ലിങ്ങളുടെ പ്രബോധന പ്രവർത്തനത്തിന്റെ സൗന്ദര്യം കൊണ്ട് മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയാണോ? ഇവിടെ ചില ആളുകൾ പറയുന്നത് പോലെ ലവ് ജിഹാദ് പോലെയുള്ള ചതിക്കുഴികളൊടുക്കി മറ്റുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയാണോ? അല്ല, ഇതൊന്നുമല്ല. ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതം കണ്ടിട്ടാ, ആ ഖുർആനിന്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ട, ആ ഖുർആനിന്റെ അഭൗമമായ അതിന്റെ സൗന്ദര്യം മനസ്സിലാക്കിയിട്ടാ. ജാഹിലിയ്യത്തിലെ കാട്ടറബിയെ പരിവർത്തിപ്പിക്കാൻ ആ ഖുർആനിലുണ്ടായ കരുത്ത് ഇന്നും അധാർമികതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ ആ ഖുർആനിനുണ്ട് എന്ന് അജയ്യമായിട്ട് ലോകം ഇന്നും തെളിയിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെയാ റസൂല് മക്കത്ത് മാറ്റണ്ടാക്കി? നമ്മളെ കൂട്ടത്തിലെ ചില ആൾക്കാർ പറയണേ, മാറ്റം ഉണ്ടാവണമെങ്കിൽ ഭരണം വേണം. ആദ്യം ഭരണം വേണ്ടി, ഭരണം ഉണ്ടാക്കിയിട്ട് നിയമങ്ങൾ ഉണ്ടായാല് പിന്നെ തെറ്റുകളെ നമുക്ക് ഭരണത്തിന്റെ ശക്തി കൊണ്ട് അടിച്ചമർത്തി നമുക്ക് ഇസ്ലാം മതം പ്രചരിപ്പിച്ചൂടെ? 100% ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കുന്നു എന്ന് പറയപ്പെടുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ? നിയമം കൊണ്ട് നന്നാവോ? ഇന്ത്യ രാജ്യത്തെ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചാലേ 2 കൊല്ലം ചെയ്യില്ല, ഏറ്റവും മിനിമം. ആ നിയമം ഉണ്ടായിട്ട് ആ നിയമത്തിനെ പേടിച്ച് ഇവിടെ എത്ര ആൾക്കാരാ സ്ത്രീധനം വാങ്ങാതെ? നിയമം കൊണ്ട് മനുഷ്യൻ നന്നാവോ? നിയമം കൊണ്ട് മനുഷ്യൻ നന്നായിട്ടുണ്ടോ? ഒരു നിയമം ഉണ്ടാവുമ്പോ അത് ലംഘിക്കാനുള്ള പഴുത് നോക്കല്ലാതെ. പിന്നെ ചില ആൾക്കാർ പറഞ്ഞ എന്താ അറിയോ, അത് ആളുകളെ നന്നാക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മൾ ആദ്യം ഒരു സ്ഥാനം നേടണം. ഒരു നമ്മളെ ഇഷ്ടപ്പെടണം, ഒരു നമ്മളെ ആദരിക്കണം, ഒരു നമ്മളെ ബഹുമാനിക്കണം. അതിന് അവരുടെ മനസ്സിലേക്ക് നമ്മളൊരു പാലം ഉണ്ടാക്കണം. അത് സാമൂഹ്യ സേവനത്തിൻ്റെതാവാ, ആതുര ശുശ്രൂഷയുടേതാവാ, എന്തു ആവാം. ആദ്യം ഓരോ മുമ്പിൽ നമ്മൾ കുഴപ്പമില്ലട്ടോ എന്ന ഒരു സ്ഥാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് ഒരു വേഗം കേൾക്കും, വേഗം സ്വീകരിക്കും. അതുകൊണ്ട് രൂക്ഷമായ തൗഹീദും ശിർക്കും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തിവെച്ചിട്ട് നമുക്ക് ലേശം സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവന്റെ മനസ്സിലേക്ക് സ്നേഹത്തിന്റെ ഒരു പാലം കെട്ടണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിലെ. സ്നേഹം കൊണ്ട് പാലം കെട്ടിയിട്ട് ആളുകൾ അനുസരിക്കുമെങ്കിലേ അള്ളാന്റെ ഹബീബ് പറഞ്ഞത് മക്കത്തെ ഒരാളെങ്കിലും തള്ളിക്കളയോ? അള്ളാഹുവിന്റെ ഹബീബിനോളം മക്കക്കാർക്ക് പ്രിയപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നോ ആ നാട്ടില്? ആ പ്രവാചകനെ സ്നേഹിച്ചാത്ര മക്കയിലെ ആളുകൾ സ്വന്തം മക്കളെ പോലും സ്നേഹിച്ചില്ലല്ലോ.
അൽ അമീൻ എന്ന പേര് അറേബ്യയുടെ ചരിത്രത്തിൽ ആ പ്രവാചകനല്ലാതെ മറ്റാർക്കാണ് അവർ വിളിച്ചത്? എന്നിട്ട് ഓരെല്ലാരും ഇഷ്ടപ്പെട്ട് എത്രത്തോളം നബിക്കുള്ള സ്ഥാനങ്ങൾക്ക് അറിയില്ലേ? ഒരിക്കൽ വിശുദ്ധമായ കഅബാലയത്തിന് കേടുപാട് വന്നപ്പോ ആ നാട്ടിലെ ആൾക്കാരൊക്കെ കൂടി തീരുമാനിച്ചു ഒന്ന് പൊളിച്ചു പണിയണം. അങ്ങനെ പൊളിച്ചു പണി നടക്കുമ്പോ കഅബയുടെ മൂലക്കുള്ള ഹജറുൽ അസ്വദ് ഉണ്ടല്ലോ, അത് കേട് പറ്റാതിരിക്കാൻ വേണ്ടി കുറച്ച് ഇപ്പുറത്തേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ഓരെല്ലാരും കൂടി സ്നേഹത്തോടെ ഐക്യത്തോടെ കഅബയുടെ പണി കണ്ട് തീർത്തു. അത് തീർത്ത് കഴിഞ്ഞപ്പോൾ ചെറിയ തർക്കം. ഈ ഹജറുൽ അസ്വദ് ഇനി ആരാണ് എടുത്തുകാണ്ട് ഈ കഅബന്റെ ചുമരിന്റെ അടുത്തേക്ക് വെക്കുക? മക്കയിൽ 12 കുടുംബങ്ങളല്ലേ? ഓരോ കുടുംബം പറഞ്ഞു ഞങ്ങളാണത് വെക്കുക, ഞങ്ങളാണ് ശക്തർ. ഒന്നിച്ചു നിന്ന് തോളിൽ കൈയിട്ട് കഅബാലയത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി പ്രയത്നിച്ച ആ സമൂഹം ആയുധമെടുത്തു പൊരുതാൻ. ആര് ഹജറുൽ അസ്വദ് എടുത്തു വെക്കണമെന്ന വിഷയത്തിൽ അവർ ആയുധമെടുത്തു. അപ്പോ കൂട്ടത്തിലെ ഒരു കാരണവർ ഒരു മദ്യം പറഞ്ഞു, നമ്മൾ വെറുതെ പൊരുതി മരിക്കണ്ട, ഞാനൊരു മദ്യം പറയാം, പുറത്താരോടും പറയണ്ട, ആരും അറിയണ്ട, നമ്മൾ കുടുംബത്തിന്റെ നേതാക്കന്മാര് മാത്രം അറിഞ്ഞാ മതി. എന്താ തീരുമാനം? നാളെ രാവിലെ ആരാണോ ആദ്യമായി ഈ കഅബന്റെ അടുത്തേക്ക് വരിക അയാളെ നമുക്ക് മധ്യസ്ഥനാക്കാം. ഇത് പുറത്താരോടും പറയാൻ പാടില്ല കേട്ടോ. ഒരു ചതിക്കൂല, വിശ്വസ്തരെ ആരോടും പറഞ്ഞില്ല. ഈ 12 കുടുംബക്കാരും കാത്തുന്നു ആരേക്കാരും രാവിലെ വരിക. വന്നതാരെന്നറിയോ? അവരുടെ കണ്ണിലുണ്ണിയായ 25 വയസ്സ് പ്രായമുള്ള പ്രവാചകനായിട്ടില്ലാത്ത അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്. എല്ലാവർക്കും ഉണ്ടായ സന്തോഷത്തിലെ രംഗങ്ങൾ. മുഹമ്മദാണ് വന്ന് രക്ഷപ്പെട്ടു. അത്രമാത്രം അവർ പ്രവാചകനെ സ്നേഹിച്ചു. എന്നിട്ടോ ആ പ്രവാചകൻ അവരോട് ഇസ്ലാം മതം പറഞ്ഞപ്പോ ആ സ്നേഹത്തിന് കൊണ്ട് വല്ല കാര്യം ഉണ്ടായോ? നമ്മളെ മുഹമ്മദല്ലേ, മുഹമ്മദ് പറയണേ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾക്കറിയോ, മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും സ്നേഹിച്ച ഒരാളാ അബൂ ലഹബ്. ആ സ്നേഹത്തിന്റെ ഊക്ക് എത്ര ഉണ്ടെന്നറിയോ? മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ 2 പെൺമക്കളെ കെട്ടിയത് അബൂ ലഹബിന്റെ 2 ആൺമക്കളാണ്. നബിക്കാകളുടെ 4 പെൺകുട്ടികളാണ്. ആ 4 പെൺകുട്ടികളിലെ 2 പെൺകുട്ടികളെ കെട്ടിയത് അബൂ ലഹബിന്റെ 2 മക്കളാണ്, ഏട്ടനും അനുജനും. അത്ര സ്നേഹി ഒരു ബാപ്പാന്റെ 2 ആൺമക്കളെ കൊണ്ട് വേറൊരാളെ 2 പെൺമക്കളെ കെട്ടിക്കണമെങ്കിൽ എന്തൊരു സ്നേഹമാണ്! അത്ര സ്നേഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് പരസ്യമായിട്ട് ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞപ്പോ എഴുന്നേറ്റ് നിന്ന് ആദ്യം ചീത്ത പറഞ്ഞ ആളാരാ നിങ്ങള്? തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നശിച്ചു പോട്ടടാ, ഈ തിരക്കുള്ള നേരത്ത് ഈ തോന്നിയാസം പറയാനാ നീ ഞങ്ങളെ വിളിച്ചത് എന്ന് നബിന്റെ മുഖത്ത് നോക്കി ആദ്യം പൊട്ടിത്തെറിച്ചതേ ഈ അബൂ ലഹബ്. അപ്പൊ അതൊക്കെ വെറുതെ എന്ത് ആൾക്കാരുടെ ഇടയിൽ ഒരു സമ്മതി നേടിയിട്ട് ഓലെ അംഗീകാരം കയ്യടി നേടിയിട്ട് പിന്നെ ഓരോട് ഇസ്ലാം മതം പറഞ്ഞ ഓലതങ്ങട്ട് മുണുങ്ങും എന്ന വിശ്വാസത്തിന് ചരിത്രത്തിന്റെ പിൻബലമില്ല, സത്യത്തിന്റെ പിൻബലമില്ല. പിന്നെ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഈ ജാഹിലിയത്തിനെ പരിവർത്തിപ്പിച്ചത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅ 2-ാമത്തെ ആയത്ത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. അക്ഷരമറിയാത്ത ഒരു സമൂഹത്തിലേക്ക് അക്ഷരമറിയാത്ത ഒരാളെ പ്രവാചകനായി നിശ്ചയിച്ചവൻ അല്ലാഹു. എങ്ങനെ? എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളെ നബിയായിട്ട് നിശ്ചയിച്ചു. ബുദ്ധിപരമായിട്ട് ഏറെ വളർച്ച നേടിയ ഒരു സമൂഹത്തിലല്ല പ്രവാചകൻ ചെന്നത്.
പച്ച മലയാളത്തിൽ പറഞ്ഞാലേ 5 പൈസക്ക് പറ്റാത്ത ഒരു ജനവിഭാഗം. നിങ്ങൾക്കറിയില്ലേ, സൗദി അറേബ്യയിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാലോ കാട്ടറബിയുടെ സ്വഭാവം. ആ കാട്ടറബികൾക്കിടയിലേക്ക് അള്ളാന്റെ റസൂല് വന്നത് PhD എടുത്തുകൊണ്ടല്ല വന്നത്, ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടല്ല വന്നത്, PGയും ഡിഗ്രിയും കഴിഞ്ഞല്ല വന്നത്. പിന്നെ ഒരു വരങ്ങനെ വരച്ചാല് അലിഫ് എന്നാണ് വായിക്കുക എന്ന് പോലും പഠിച്ചിട്ടില്ലാത്ത പ്രവാചകനാ വന്നേ. വലിയൊരു വിവരമുള്ള ആള് വരുമ്പോ ആൾക്കാർ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവിക. വലിയ ഒരു കഴിവുള്ള ആള് വരുമ്പോ ആൾക്കാർ പിന്നാലെ കൂടുക സ്വാഭാവിക. ഇത് ഒന്നുമില്ലേ, അറേബ്യയിലെ കുന്നിൻ ചെരുവുകളിൽ പോലെ കുട്ടികളുടെ കൂടെ ആടുകളെ മേച്ച് നടന്ന ഒരാട്ടിടയൻ. പിന്നെ ഖദീജയുടെ പണം കൊണ്ട് സിറിയയിൽ പോയി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന 100 കണക്കിന് അറേബ്യയിലെ കൂലി കച്ചവടക്കാരിൽപ്പെട്ട ഒരു കൂലിപ്പണിക്കാരൻ. ബാപ്പല്ല, അമ്മല്ല, തറവാട്ടിൽ ആരുമില്ല, ഒറ്റക്ക് വളർന്നു വന്ന ഒരു സാധു പയ്യൻ. ആ സാധുവിന്റെ പിന്നാലെയാണ് അറേബ്യ നീങ്ങിയത്. 1-2 കൊല്ലല്ല, 1500 കൊല്ലായി. ഇപ്പോഴും ആ ജനത ആ പ്രവാചകന്റെ പിന്നിലാ. എന്റെ റസൂൽ ഉണ്ടാക്കിയ മാറ്റം യത്ലു അലൈഹിം ആയാതിഹി, യത്ലു അലൈഹിം ആയാതിഹി. ആ ഖുർആനിന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ ഖുർആനും അതിന്റെ വിശദീകരണമായതും അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ പഠിപ്പിച്ചു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഈ പ്രവാചകൻ വരും മുമ്പ്, ഈ പ്രക്രിയകൾ നടക്കും മുമ്പ് ആ സമൂഹം തീർത്തും വഴിപിഴച്ച ഒരു സമൂഹമായിരുന്നു. ആ വഴിപിഴച്ച സമൂഹത്തിനെ പ്രവാചകൻ പരിവർത്തിപ്പിച്ചത് വാളിന്റെ മൂർച്ച കൊണ്ടല്ല, അധികാരത്തിന്റെ ദണ്ഡ് കൊണ്ടല്ല, പ്രലോഭനങ്ങൾ കൊണ്ടോ പ്രീണനങ്ങൾ കൊണ്ടോ ഭീഷണിപ്പെടുത്തിയോ അല്ല, മറിച്ച് ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും ആ ആയത്തുകൾ കൊണ്ടവരെ സംസ്കരിക്കുകയും ആ ആയത്തവരെ പഠിപ്പിക്കുകയും അതിന്റെ വിശദീകരണം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സമൂഹമായി അവർ മാറി. ഞാൻ അത് പറയുമ്പോ ഖുർആനിന്റെ അഭൗമമായ ഈ ശക്തിയെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് തോന്നിയേക്കാവുന്ന ഒരു തോന്നലുണ്ട്. അതെ, നിങ്ങൾ ഈ പറഞ്ഞ ഖുർആൻ തന്നെ അല്ലേ ഇപ്പൊ ഞങ്ങളെ വീട്ടിലൊക്കെ ഉള്ള ഖുർആനും? അതെ, ഞങ്ങളുടെ കുട്ടികൾ മദ്രസക്ക് പോകുമ്പോ ആ സഞ്ചിയിലുള്ള ഖുർആനെ പറ്റി നിങ്ങൾ പറഞ്ഞേ. അതെ, ഞങ്ങളുടെ വീടിന്റെ ഷോക്കേസുകളിൽ ഭദ്രമായി ഞങ്ങൾ സൂക്ഷിക്കുന്ന ആ ഖുർആനെ കുറിച്ചല്ല നിങ്ങൾ പറഞ്ഞേ. അതെ, ഞങ്ങളുടെ പള്ളികളുടെ ജനലുകളിലും വാതിൽക്കട്ടിലുകളിലും ഒക്കെ പേജ് മാറി ചട്ട പറഞ്ഞു കിടക്കുന്ന ആ ഖുർആനെ കുറിച്ചല്ല നിങ്ങൾ പറഞ്ഞേ. അതെ, ആ ഖുർആൻ ഞങ്ങളും ഓതാറുണ്ടല്ലോ. ആ ഖുർആന്റെ അർത്ഥം ഞങ്ങൾ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഖുർആനിന്റെ വിശദീകരണം ഞങ്ങൾ കുറെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഈ അത്ഭുതകരമായ മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതെന്തേ? ഖുർആന്റെ ശക്തി കുറഞ്ഞോ? മനുഷ്യരെ മാറ്റം വരുത്താനുള്ള ആ ഖുർആനിന്റെ ശക്തിക്ക് കുറവുണ്ടായോ? ഖുർആനിന്റെ മാസ്മരികമായ കരുത്ത് അത് കാലപ്പഴക്കം കൊണ്ട് അത് ദുർബലമായോ? ഇല്ല സുഹൃത്തേ, ഖുർആനിന്റെ അത്ഭുതകരമായ കരുത്തുണ്ടല്ലോ, ലോകത്തിനെ വിസ്മയിപ്പിച്ച കരുത്ത്, അത് ചോർന്നു പോയിട്ടില്ല. അത് ചോരാത്തത് കൊണ്ടല്ലേ ലക്ഷക്കണക്കിന് ആരാധകരുടെ മുമ്പിൽ സ്റ്റേജുകളിൽ മനോഹരമായ പാട്ടുപാടി ആയിരങ്ങളെ ഇളക്കിവിട്ട സംഗീതജ്ഞന്മാർ സകല സമ്പാദ്യങ്ങളും ആരാധകരെയും വലിച്ചെറിഞ്ഞ് ഒറ്റമുണ്ടുടുത്ത് മുറിക്കയ്യൻ പായമിട്ട് തലയിൽ തൊപ്പിയിട്ട് ഇസ്ലാമിലേക്ക് കയറി വന്നത് ഇന്ന് ഈ ഖുർആൻ ഓതിട്ടല്ലേ? ഖുർആനിന്റെ കരുത്ത് ചോർന്നു പോയിട്ടില്ല, അഭൗമമായ ശക്തിക്ക് കുറവ് വന്നിട്ടില്ല. ഇന്നും അത് ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തേ അത് അത്ഭുതം ഉണ്ടാക്കാത്ത?
ആ ചോദ്യം പ്രസക്തം തന്നെയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. നമ്മൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ മദ്രസയിലേക്ക് ചെന്ന അന്ന് മുതൽ നമ്മൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ സൂറത്തുൽ ഫാത്തിഹ, ചെറുതും വലുതുമായ സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായവും ഓതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തജ്വീദ് അനുസരിച്ച് ഓതാൻ പഠിച്ചിട്ടുണ്ട്. മഖ്റജുകൾ കൃത്യമായി ഉച്ചരിക്കാൻ പഠിച്ചിട്ടുണ്ട്. അർത്ഥം പഠിച്ചിട്ടുണ്ട്. ആശയം പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഖുർആൻ പഠിച്ചതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോൾ ആ സമൂഹം ഖുർആൻ പഠിച്ചതും തമ്മിൽ വല്ലാത്ത ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആ സ്വഹാബത്ത്, നമ്മളൊക്കെ ഖുർആൻ പഠിച്ചതേ എത്ര കൊല്ലം കൊണ്ടാണ് നിങ്ങൾ? 1-2 കൊല്ലം. 1ാം ക്ലാസ്സിൽ മദ്രസ തുടങ്ങി 5ാം ക്ലാസ്സോട് കൂടി മിക്ക ആൾക്കാരും നിർത്തി. കുറെ ആൾക്കാർ അതിന്റെ മുമ്പ് തന്നെ നിർത്തി. നമ്മൾ ഖുർആൻ പഠിച്ചത് 2-3 കൊല്ലം. അതും രാവിലെ 1 മണിക്കൂർ, അതും വെള്ളിയാഴ്ച ഒഴിവ്, പിന്നെ കുറെ ഒഴിവ്. അല്ലാഹുവിന്റെ ഹബീബേ 23 കൊല്ലം കൊണ്ടാണ് 6000 ആയത്തുകൾ ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഒന്നും കൂടി കണ്ട് മാറ്റി പറഞ്ഞാലേ, ആ സമൂഹം 6000 ആയത്തുകൾ പഠിച്ചത് 23 കൊല്ലം കൊണ്ടാണ്. നമ്മൾ 23 കൊല്ലം കൊണ്ട് എന്തൊക്കെ ഡിഗ്രിയും PGയും, പിന്നെ എത്ര PG എടുക്കും? 5 കൊല്ലം കൊണ്ട് ഡിഗ്രി, പിന്നെ 2 കൊല്ലം കൊണ്ട് PG, പിന്നെ ഓരോ കൊല്ലത്തിൽ ഓരോ PG. 23 കൊല്ലം നമ്മൾ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ 23 കൊല്ലം കൊണ്ട് എത്ര സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ കിട്ടും? റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് ഖുർആൻ പഠിച്ചത് 23 കൊല്ലം കൊണ്ടാണ്. നമ്മളോ 23 മാസം എടുത്തിട്ടില്ല പഠിക്കാൻ. കാരണം നമ്മൾ ഖുർആൻ പഠിച്ചത് ഓതാനാണ്. നമ്മൾ ഖുർആൻ പഠിച്ചത് ഓതാനാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലിരുന്ന് ഖുർആൻ പഠിച്ച സ്വഹാബികൾ അവർ നമുക്ക് പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് 3-4 ആയത്തുകൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച ആയത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടേ അതിന് ബാക്കിയുള്ളത് ഞങ്ങൾ പഠിക്കാറുള്ളൂ. എന്താ പറഞ്ഞേ? റസൂലുള്ളാഹിന്റെ ചുണ്ടിൽ നിന്ന് 3-4 ആയത്തുകൾ ഞങ്ങൾ കേട്ട് പഠിച്ചാൽ അത് മനോഹരമായിട്ട് ഓതാൻ വേണ്ടി മാറ്റിവെക്കലല്ല, അത് പരീക്ഷയ്ക്ക് ഉത്തരമെഴുതാൻ വേണ്ടി മാറ്റിവെക്കലല്ല. ആ പഠിച്ച ആയത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് അടുത്ത ആയത്ത് ഞങ്ങൾ പഠിക്കാറുള്ളൂ. ഇവിടെയാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായത്. കള്ളു കുടിക്കാതെ, ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന ഒരു സമൂഹം മരിച്ചാൽ എന്റെ മയ്യത്തിനെ മുന്തിരിവള്ളിയുടെ താഴത്ത് കുഴിച്ചിടണം. കാരണം അന്ന് മദ്യം മാറ്റിയത് മുന്തിരിയിൽ നിന്നാണ്. ആ മുന്തിരിവള്ളിയുടെ വേരിന്റെ ഒരു പുളിപ്പെങ്കിലും എന്റെ അസ്ഥികൾക്ക് കിട്ടണം എന്ന് പാടിയ ദേശീയ കവികളുടെ നാട്, മദ്യവുമായി അഭേദ്യമായ ബന്ധമുള്ള നാട്. ആ നാട്ടിലാണ് ഒറ്റ ആയത്തിറങ്ങിയത്, മദ്യം പൈശാചികമാണ്, ഒഴിവാക്കാൻ സമയമായില്ലേ. മദീനയിലെ തെരുവിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന പ്രകാരം ഈ ആയത്ത് മോദിക്കൊണ്ട് ഒരു സ്വഹാബിങ്ങളെ നടക്കുക. അയാളുടെ പിന്നിലായി മദീനയിലെ റോട്ടിലൂടെ മദ്യത്തിന്റെ ഒരു ചാലിങ്ങനെ ഒഴുകി വരിക. എന്താണത്? ആ ശബ്ദം കേൾക്കുന്ന മദീനയിലെ മദ്യക്കച്ചവടക്കാർ മുഴുവനും മദ്യത്തിന്റെ വീപ്പകൾ റോഡിലേക്ക് ചരിച്ചിരിക്കുന്നു. 10,000ങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട് റസൂലേ, വിലപിടിപ്പുള്ള സാധനമാണ് റസൂലേ,
വിലം കൊടുത്ത് വാങ്ങിയതാണ് റസൂലേ. അതുകൊണ്ട് സ്റ്റോക്കുള്ള സാധനങ്ങൾ വിറ്റ് തീരുന്നത് വരെ ഈ ആയത്തൊന്ന് പിൻവലിക്കണമെന്ന്, അതിന്റെ വിധിയൊന്ന് മരവിപ്പിച്ചു നിർത്തണമെന്ന് ഒരു കച്ചവടക്കാരനും പ്രവാചകനോട് പറഞ്ഞില്ല. മദ്യത്തിന്റെ പാത്രങ്ങൾ റോഡുകളിലേക്ക് ഒഴുകി. ആയത്ത് ഇറങ്ങിയപ്പോ അതാദ്യമായിട്ട് കേട്ടപ്പോ തന്നെ അതവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന സഹാബ വനിതകൾ കേൾക്കാണ് ഖുർആനിന്റെ ആയത്ത്. എന്താണെന്നറിയോ? നിങ്ങൾ തലമറക്കുന്ന നിങ്ങളുടെ ശിരോവസ്ത്രമുണ്ടല്ലോ, ആ ശിരോവസ്ത്രത്തിന്റെ തല നിങ്ങളുടെ നെഞ്ചിലേക്ക് മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം, അഥവാ മക്കന കുത്തണം എന്ന ആയത്തിറങ്ങിയപ്പോ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന പെണ്ണുങ്ങൾ കൂടിയിട്ട് ചർച്ച ചെയ്തോ, ഇനി അടുത്ത പെരുന്നാളിന് നമുക്ക് എടുക്കുമ്പോ അങ്ങനത്തെ മക്കനെടുക്കണം കേട്ടോ എന്ന് ഒരു പറഞ്ഞു. ഇന്ന് വീട്ടിൽ പോയിട്ട് നാളെ വരുമ്പോ നമുക്ക് സൂചി കൊണ്ട് മക്കനെ കുത്തിയിട്ട് വരണം എന്നവർ പറഞ്ഞോ? ഇല്ല. ആ ആയത്ത് കേട്ടപ്പോൾ പണിസ്ഥലത്ത് നിന്ന് കേറിപ്പോയി പറമ്പിന്റെ അതിർത്തിയിലുള്ള വേലികളിൽ പടർന്ന വള്ളികളിൽ നിന്ന് ഒരു തരം മുള്ളുകൾ പൊട്ടിച്ചെടുത്ത് ആ മുള്ളുകൾ കൊണ്ട് അവർ മക്കനകൾ കുത്തി എന്നാണ് ചരിത്രം. പരീക്ഷ എഴുതാൻ വേണ്ടിയല്ല ഒരു ആയത്ത് പഠിച്ചത്, സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയല്ല ആയത്ത് പഠിച്ചത്. മനോഹരമായി തജ്വീദിന്റെ നിയമങ്ങൾ പ്രകാരം ഓതി ഓതി മറ്റുള്ളവനെ രസിപ്പിക്കാൻ വേണ്ടിയല്ല പഠിച്ചത്. ഇറങ്ങുന്ന ആയത്തുകൾ അത് അപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. നിങ്ങൾക്കറിയോ, തുണി ഉടുക്കാൻ, വസ്ത്രം ധരിക്കാൻ ഇത്ര മടിയുള്ള ഒരു ജനത ലോകത്ത് വേറല്ലേ അറബികളെ പോലെ. ഒരു തുണിയില്ലാതെ നഗ്നരായിട്ടാണ് ആണും പെണ്ണും കഅബയെ തവാഫ് ചെയ്തിരിക്കുന്നത്. തുണിയില്ലാതെ ആണും പെണ്ണെ ഓർക്കതൊരു കുറവനല്ലേ. ഇന്നിപ്പോ അറബികളെ കുറിച്ച് ലോകം എന്താ പറയുന്നത്? ഏറ്റവും കൂടുതൽ വസ്ത്രം കൊണ്ട് ശരീരം മറക്കുന്ന ജനത അറബികളാണ്. ആണായാലും പെണ്ണായാലും. ആണുങ്ങളൊക്കെ വസ്ത്രം കണ്ടില്ല നിങ്ങള്? ആകെ മുഖത്തിന്റെ ബടി കയ്യിന്റെ ഇവിടുന്ന് പുറത്ത് കാണുക, ബാക്കി മുഴുവൻ ഒരു വസ്ത്രങ്ങൾ കൊണ്ട് മറച്ചേക്കുക. ആണും പെണ്ണും ഇത്രയേറെ ശരീരം വസ്ത്രം കൊണ്ട് മറക്കുന്ന വേറെ ഒരു ജനവിഭാഗം ലോകത്തിന്റെ മേലല്ല. ആരാണ് ഈ മാറ്റം ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്? തുണി എടുക്കാൻ മടി ഉണ്ടായിരുന്ന ഒരു ജനതയെ 10-15 കൊല്ലം നിലനിൽക്കുന്ന മാറ്റമല്ല, 1500 കൊല്ലമായി നിലനിൽക്കുന്ന മാറ്റം. ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയാൻ കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തൊരു മാറ്റം! കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് 360-ലേറെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അറബികൾക്ക്. ആ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു, ഇസ്മായിൽ നബിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു, ലാത്തയും മനാത്തയും ഉണ്ടായിരുന്നു. ഒരുപാട് 360-ലേറെ വിഗ്രഹങ്ങൾ. ആ 360-ലേറെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ആ ഒരു ജനതയെ കൊണ്ട് ഏകനായ ഒരൊറ്റ ദൈവത്തിന്റെ മുമ്പിൽ മാത്രം മുട്ടുമടക്കുന്ന, തലകുനിക്കുന്ന, ആരാധിക്കുന്ന ഏകദൈവാരാധനയിലേക്ക് ആ സമൂഹത്തെ പ്രവാചകൻ പരിവർത്തിപ്പിച്ചെടുത്തത് ഈ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുത്തിട്ടാ. ആ ആയത്ത് പഠിപ്പിച്ച രീതികൾ കേൾക്കണം. യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്തു. വയുസക്കീഹിം, ആ ആയത്തുകളിലൂടെ അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹും, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഓതിക്കൊടുത്തു, സംസ്കരിച്ചു, പഠിപ്പിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിലെ സംസ്കരണമല്ല, ഓതിത്തരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷേ സംസ്കരണം ഇല്ല. നിങ്ങൾക്കറിയോ, ശിർക്ക് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും കഠിനമായ ഭാഷയിൽ നമ്മളെ താക്കീത് ചെയ്ത ഒരു കുറ്റമാണ് സാമ്പത്തിക രംഗത്തെ കടുത്ത കുറ്റമായ പലിശ. നിങ്ങൾ ഖുർആൻ നോക്കി, സൂറത്ത് ആല ഇംറാനിന്റെ
അവസാന ഭാഗത്തുള്ള ആ പലിശയുമായി ബന്ധപ്പെട്ട ആയത്തുകളെ നടന്ന് വായിച്ചു നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പലിശ 60-ലേറെ ഇനങ്ങളുണ്ട്. ആ പലിശയുടെ കൂട്ടത്തിൽ ഏറ്റവും ലളിതമായ പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ നാളെ പരലോകത്ത് സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധം നടത്തിയവനെ പോലെയാണ്. മനസ്സിലായോ? പലിശയുമായി പല പലിശയുണ്ട്. വളരെ സിമ്പിളായ പ്രവാചകന്റെ കാലത്ത് നിലവിലുള്ള ഒരു സാമ്പത്തിക ക്രമം ഉണ്ടായിരുന്നു. അതിനെ പലിശ എന്ന റസൂല് വിളിച്ചേ. എന്തിനാ ക്രമം എന്നറിയോ? ഒരു സാധനം റൊക്കം പൈസക്ക് വാങ്ങുമ്പോ ഒരു വില, കടം വാങ്ങുമ്പോ വേറെ ഒരു വില. ആ അധികം വരുന്ന വിലയെ റിബ, പലിശ എന്ന് വിളിച്ചേ. എത്ര മോട്ടോർ സൈക്കിളിന് അതിന് 50,000 റൊക്കാണെങ്കിൽ അടവാണെങ്കിലോ 75, ആ 25 പലിശ ഇസ്ലാം വിളിച്ചേ. നമ്മളൊക്കെ ഇക്കാര്യത്തിൽ വളരെ മോശമാട്ടോ. ഇൻസ്റ്റാൾമെന്റ് സാധനമായിട്ട് പെരയിൽ വരും ആൾക്കാരെ. ഫാനും കുടുക്കിയും പാത്രവും ഗ്ലാസും ചൂലൊക്കെ ഉണ്ടാവും. നമ്മുടെ പെണ്ണുങ്ങളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഒന്നായിട്ട് കൊടുക്കൂല, 10 റുപ്യ കൊടുക്കുക ഒരാഴ്ച. പിന്നെ ഇങ്ങനെ 25 ആഴ്ച കൊടുക്കുമ്പോൾ 10 റുപ്യ കൊടുക്കാണ്ട് 250 റുപ്യ ആവും. 100 റുപ്യ പേരുള്ള സാധനം അത് 150 റുപ്യ കൂടുതൽ കൊടുത്ത വാങ്ങി. എന്നാലും മെച്ചെന്താ അറിയാം? ഒന്നിച്ചു കൊടുക്കണ്ടല്ലോ, കുറച്ചീച്ച കൊടുത്താ പോരെ. ഈ കുറച്ചീച്ച കൊടുക്കുന്നതിൽ അധികം വരുന്ന സംഖ്യ പലിശയാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചേ. നിങ്ങളെ നടക്കി പലിശനെ കുറിച്ച്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് ആ പലിശയിൽ ഏതെങ്കിലും ഒരു പലിശയുമായി ബന്ധപ്പെട്ട ഒരാൾ അവന്റെ പരലോകത്തിലെ അവസ്ഥ മാതാവുമായി ലൈംഗിക ബന്ധം നടത്തിയവനെ പോലെയാണ്. വേശ്യാലയത്തിൽ പോയവനെ പോലെ നല്ല പറഞ്ഞേ. അയൽവാസിയുടെ ഭാര്യയുടെ കൂടെ കിടന്നവനെ പോലെ നല്ല പറഞ്ഞേ. പിന്നെ 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ സ്വന്തം മാതാവിനെ ലൈംഗികമായി ഉപയോഗിച്ചവൻ എത്ര ദുഷ്ടനാണോ അവന്റെ സ്ഥാനത്താണ് പലിശയുമായി ബന്ധപ്പെട്ടവന്റെ പരലോകത്തിലെ അവസ്ഥ എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുക. പിശാച് ബാധ ഏറ്റവനെ പോലെ വായിൽ നിന്ന് നൊരയും പതയും വന്ന് കണ്ണ് പുറത്തേക്ക് തള്ളി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ മറിഞ്ഞു വീണുകൊണ്ടായിരിക്കും പലിശയുമായി ബന്ധപ്പെട്ടവൻ പരലോകത്തെത്തുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. ഈ ആയത്ത് എത്ര വട്ടം നമ്മളൊക്കെ ഓതിക്കുന്നു. സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ തപ്പിയോ കാണി. നമ്മൾ ആരെ കീശയില ഒരു ബാങ്കിത്തെ പാസ്ബുക്ക് ഇല്ലാത്ത? നമ്മൾ ആരെ വീട്ടില ഒരു ലോൺ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത? എന്തിനാ നമ്മൾ ലോൺ എടുത്ത്? ബാപ്പാന്റെ ബൈപ്പാസ് ഓപ്പറേഷന് പൈസ തികയാഞ്ഞിട്ടാണോ ലോൺ എടുത്ത്? മകൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കുടുങ്ങിയിട്ട് പുറത്തേക്കിറക്കാൻ പൈസ തികയായിട്ടാ ലോൺ എടുത്ത്? അല്ലല്ലോ. പിന്നെ നമ്മളെ കാറ് പുതിയതാക്കാം, നമ്മളെ പെര നന്നാക്കാം, നമ്മളെ പെരക്ക് പെയിന്റ് അടിക്കാം, നമ്മളെ കുട്ടിക്ക് സ്വർണം വാങ്ങാം, നമ്മളെ കുട്ടിക്ക് പഠിക്കാനേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൈക്കൂലി കൊടുക്കാൻ. ഇത്രയും രൂക്ഷമായ രൂപത്തിൽ സാമ്പത്തികമായ ഏറ്റവും വലിയ അക്രമമാണെന്ന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ ഒരു പാപം. ആ ഖുർആൻ എത്രയോ വട്ടം കത്തം തീർത്ത നമുക്ക് ആ പലിശ ഒരു പാപാണെന്ന് പോലും തോന്നുന്നില്ലെങ്കിലേ നമ്മൾ ഇങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? എന്ത് കാര്യമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. എങ്ങനെയാ പഠിക്കേണ്ടേ? പഠിക്കേണ്ട രൂപമാണ് സഹാബത്ത് നമുക്ക് കാണിച്ചത്. എങ്ങനെ പഠിപ്പിക്കേണ്ടേ? പഠിപ്പിക്കേണ്ട രൂപമാണ് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് കാണിച്ചു തന്നത്.
ആ ഖുർആനിന്റെ അനുയായികളാണെന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുകയും എന്നാൽ ആ ഖുർആൻ പഠിപ്പിച്ച ഒരു നിയമങ്ങളും ജീവിതത്തിൽ പാലിക്കാൻ കഴിയാതെ, പാലിക്കാൻ ശ്രമിക്കാതെ തോന്നിയതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഖുർആനാണ് നമ്മുടെ സകലമാന വൃത്തികേടുകൾക്കും കാരണമെന്ന് മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വിസ്മയം തീർക്കുന്ന ആ ഖുർആനിനെ കുറിച്ച് മറ്റുള്ളവരോട് നമുക്ക് സംസാരിക്കണമെങ്കിൽ ആ ഖുർആനിന്റെ വിസ്മയം നമ്മൾ ആദ്യം ഉൾക്കൊണ്ടിരിക്കണം. പണ്ടൊരു കഥ ഉണ്ടല്ലേ, നമ്മള് കുട്ടികളെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? കുളത്തില് പാറപ്പുറത്ത് വെയില് കായാൻ വന്നിരിക്കുന്ന ഒരു തവള. ഒരിക്കൽ ആ തവള ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പോ ഒരു വണ്ട് ഇങ്ങനെ പാറി വരിക. തവള ചോദിച്ചു, നീ എന്തിനാ വന്നത്? വണ്ട് പറഞ്ഞു, ആ പൂവ് നീ കണ്ടില്ലേ? ആ പൂവിന് എന്തോ ഒരു നല്ല സുഗന്ധ ഒരുപാട് ദൂരേക്ക് കേൾക്കാം. ആ സുഗന്ധത്തിന്റെ പിന്നിൽ നല്ല തേണ്ടാവും. ഞാൻ ആ തേൻ തേടി വന്നതാ. തവള ചൂടായില്ലേ? എന്താ പറഞ്ഞ്? സുഗന്ധം. ഞാൻ എത്ര കാലം ഇവിടെ ഇരിക്കണ്, അങ്ങനെ സുഗന്ധം ഞാൻ കേട്ടിട്ടില്ലല്ലോ, നീ നുണ പറയല്ലേ? തവള ദേഷ്യപ്പെടാൻ കത്തിരുത്തി. പാവം വണ്ട് തേനും കുറിച്ച് പോയി. നമ്മളങ്ങനെയാണ്. ഖുർആനെ കുറിച്ച് ആരെങ്കിലും വല്ലതും പറഞ്ഞാല് ഓന്റെ കൈ വെട്ടാനും തല വെട്ടാനും ഒക്കെ കത്തിയായിട്ട് ചാടാൻ നമ്മൾ ഉസാറാ. പക്ഷേ ആ ഖുർആനിലുള്ള വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം അത് സ്വാംശീകരിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ഖുർആൻ അത്ഭുതാണ് 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 എന്ന് 350 വട്ടം പറഞ്ഞാലും പറയാന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആ അത്ഭുതം നമുക്ക് അനുഭവപ്പെടാത്തത് ആ ഖുർആനിനെ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ ഖുർആൻ പഠിച്ചും പഠിപ്പിച്ചും നാട്ടിൽ വിശ്വാസപരമായ വിപ്ലവം ഉണ്ടാക്കിയ പ്രസ്ഥാനം. 924 ആദ്യമായിട്ട് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു പണ്ഡിത സംഘടന കേരളക്കരയിൽ ഉദയം ചെയ്തത് ഖുർആനിന്റെ ജീവിക്കുന്ന ഒരു പതിപ്പിനെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. 24 ആ രൂപീകരിച്ച കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഇന്നും കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സംഘടന. ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും ആ ഖുർആൻ ജനങ്ങളെ പഠിപ്പിക്കുവാനും ആ ഖുർആൻ പഠിച്ച ഖുർആൻ പിൻപറ്റുന്ന ഒരു ജനസമൂഹത്തിനെ വാർത്തെടുക്കുവാനും ഈ പ്രസ്ഥാനം ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞ് ഖുർആനിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് പുരാണങ്ങളിലേക്കും മാലമൗലൂദുകളിലേക്കും ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോകാൻ ഒരു സംഘടന കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടു 1926. അതിന്റെ പേരും കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയാണ്. പേരുമ്പോഴാണ് എല്ലാവരും കളിക്കണേ. കേരള നദ്വത്തുൽ മുജാഹിദീൻ പലവട്ടം പലരും ഇത് പിരിഞ്ഞു പോയാലൊക്കെ ഞങ്ങളാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞു കോടതിയിൽ കേസ് കൊടുത്തു. സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പേര് ഉപയോഗിക്കാൻ അവകാശമല്ല. ഇപ്പോഴും ആ പേരെന്നെ ഒരു ഉറപ്പില്ലാതെ ഉപയോഗിക്കും. പേരുമ്പോഴാണല്ലോ എല്ലാവരും പ്രശ്നം. ഖുർആനും സുന്നത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിട്ടപ്പോ അതിന് എതിര് പ്രവർത്തിക്കുന്ന സംഘടനയും കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിട്ട് 930 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു നിയമം ഉണ്ടായി. എല്ലാ സംഘടനയും ഗവൺമെന്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം. 924 ഉണ്ടായ ആദ്യം ഉണ്ടായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടന രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. അത് കഴിഞ്ഞാരെയാണ് രണ്ടാമത്തെ സംഘടന കയറി ചെന്നത്. അപ്പൊ ഫോം പൂരിപ്പിച്ചപ്പോ സംഘടനയുടെ പേര് കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പൊ ഓഫീസർ പറഞ്ഞു, ഈ പേരിൽ ഒരു സംഘടന ഇപ്പൊ നേരത്തെ രജിസ്റ്റർ ചെയ്ത് പോയല്ലോ, അപ്പൊ ഈ പേരിൽ വേറൊന്നും പറ്റൂല, ആ പേര് മാറ്റണം. അപ്പോഴാലോചിച്ച് അപ്പൊ ഇങ്ങനെ കുത്തിർന്ന് ആലോചിച്ചിട്ട് ആ പേരിന്റെ മുമ്പില് ഒരു വാക്ക് കൂടി വെച്ചു കൊടുത്തു കണ്ടാ മാറ്റിയത്. ആ വാക്കാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് കേരളത്തിലെ എല്ലാ സുന്നി സംഘടനകളുടെയും മാതൃ സംഘടന.
ചില ആൾക്കാരൊക്കെ നമ്മളോട് പറയാറുണ്ടേ, നിങ്ങൾ പുതിയ ആൾക്കാരല്ലേ, പുത്തമ്പാദികളല്ലേ എന്നൊക്കെ. ഓൾക്ക് അറിവില്ല. സ്നേഹത്തോടു കൂടി നിങ്ങൾ ഓൾക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഞങ്ങളെ കാക്കാന്ന് വിളിക്കണം, നിങ്ങളെ കാട്ടിൽ 2 വയസ്സ് ഞങ്ങൾക്ക് കൂടുതലുണ്ട്, ഞങ്ങൾ 24-ലാണ്ടായത്, നിങ്ങൾ 26-ലാണ്ടായത്. അത് പറഞ്ഞു കൊടുക്കാനുള്ള വിവരം നമുക്ക് ചൂടാവുന്ന വേണ്ട, സ്നേഹത്തോടെ പടപ്പെടുത്താൻ മതി അല്ലേ. അന്ന് മുതൽ ഇന്നോളം ജനങ്ങളെ ഖുർആനിന്റെ ജീവിക്കുന്ന രൂപങ്ങളായി മാറ്റുവാൻ നിരന്തരമായി പരിശ്രമിക്കുന്നു ഈ സംഘടന. ഖുർആൻ 6000 ചില്ലാനം ആയത്തുണ്ട് ഖുർആനിൽ, 6000 ചില്ലാനം. അതില് 100 ചില്ലാനം ആയത്തുകൾ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട ആയത്ത്. പ്രാർത്ഥന, പ്രവാചകന്മാരുടെ പ്രാർത്ഥന, രോഗം വന്നപ്പോഴുള്ള പ്രാർത്ഥന, പാപം ചെയ്തപ്പോഴുള്ള പ്രാർത്ഥന, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കുട്ടി നഷ്ടപ്പെട്ടപ്പോഴുള്ള പ്രാർത്ഥന, അപകടം പറ്റിയപ്പോഴുള്ള പ്രാർത്ഥന, മാനക്കേടുണ്ടായപ്പോഴുള്ള പ്രാർത്ഥന, ഇതൊക്കെ ഉണ്ട് ഖുർആനിൽ. 100 ചില്ലാനം ആയത്ത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആയത്ത്. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരന്മാരോടും ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിൽ ഖുർആൻ പരിഭാഷ ഉണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന് സമ്മാനിച്ച അതുല്യമായ അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷകൾ എടുക്കണ്ട. നിങ്ങൾ ചെറിയ മുണ്ടത്തിന്റെ ഖുർആൻ പരിഭാഷ എടുക്കണ്ട. മുട്ടാണിശ്ശേരി കോയക്കുട്ടി മുസ്ലിയാരുടെ ഖുർആൻ പരിഭാഷ ഉണ്ടാവുമല്ലോ, എടുക്കി. ആ ഖുർആൻ പരിഭാഷയിലെ ഈ പ്രാർത്ഥനകളാകുന്ന ആയത്തുണ്ടല്ലോ, അതൊന്ന് രേഖപ്പെടുത്തി എന്നിട്ട് ആ ആയത്തുകൾ ഒന്ന് പരിശോധിക്കും. അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു പടപ്പിനോട് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ ഒരു പ്രാർത്ഥന ആ ഖുർആന് അരിച്ച് പെറുക്കി നോക്കിയാൽ നമുക്ക് കിട്ടുമോ? കിട്ടൂല. അതാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. 100-ലേറെ ആയത്തുകളിലൂടെ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഏകനായ പടച്ചറപ്പിനോടാണ് കേട്ടോ, ആ റബ്ബിനോടല്ലാതെ നിങ്ങൾ തേടരുത് എന്ന് പറയാനുള്ള കാരണം അങ്ങനെ വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഓരോ പാഠവും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആ പാഠത്തിന്റെ ജീവിക്കുന്ന രൂപങ്ങളായി സമൂഹത്തെ പരിവർത്തിപ്പിക്കുവാൻ ശ്രമിച്ച, അതിനുവേണ്ടി മാത്രം ശ്രമിച്ച മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രബോധന സംഘത്തെ കുറിച്ച് ചില ആൾക്കാർ ഇപ്പോ പുതിയ ഒരു ആശയവുമായിട്ട് ഇറങ്ങിയേക്കുക. ഓലാണോലോ അഫ്ഗാനിസ്ഥാനിലെ IS-ന്റെ ആൾക്കാര്, ഓലാണോലോ താലിബാന്റെ ആൾക്കാര്, ഓല് ഉസാമ ബിൻ ലാദന്റെ ആൾക്കാരാണ്. സലഫികൾ അവർ ലോകത്ത് ഭീകരവാദികളാണ്. നല്ലൊരു സാധനം കിട്ടിയതെന്നാ പറയാം. ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തെ ആശയപരമായി എതിർക്കാൻ കഴിയാതെ മുട്ടുമടക്കിയിരുന്ന സകലമാന ഞാഞ്ഞൂലുകളും ഒന്നായിട്ട് ചാടിയേക്ക് കിട്ടി സലഫികളാണത്രേ. ആഗോള തീവ്രവാദം നമ്മുടെ നാട്ടിലെ മുജാഹിദുകളും സലഫികളെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സലഫികളെ അടിച്ചൊതുക്കുവാനും ഓല മദ്രസും പള്ളിയൊക്കെ പൂട്ടാനും ഓല സ്കൂളൊക്കെ കണ്ടുകെട്ടാനും നല്ല സമയം. അത് എല്ലാരും ഇറങ്ങിയേക്കുക. ഒരു പണിക്കും പോകാതെ സിനിമ ഉണ്ടാക്കി നടന്നിരുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും ഇപ്പൊ ഇറങ്ങിയേക്കുക. മുജാഹിദുകളൊക്കെ അറസ്റ്റ് ചെയ്യണം. ഞാൻ എന്താണ് സലഫി എന്നും കേരളത്തിലെ മുജാഹിദുകളും സലഫികളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഒരു 2 മിനിറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ അത് നിർത്തട്ടോ. സലഫികൾ എന്ന ആ പ്രയോഗം കൊണ്ട് മനസ്സിലാക്കിയത് എന്താ? വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ ചര്യയുമാണ് ഒരു മുസൽമാന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ആധാരം. അതനുസരിച്ച് ജീവിക്കേണ്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആൻ നേരിട്ട് കിട്ടിയ വ്യക്തി. ഇസ്ലാമിന്റെ നിയമങ്ങൾ അല്ലാഹു വഹി മുഖേന അറിയിച്ചു കൊടുത്തത് മുഹമ്മദ് നബിക്ക് മാത്രം. അതിന് ശേഷം ഒരു മനുഷ്യനും കിട്ടിയിട്ടില്ല. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തന്റെ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് പ്രകാരം ജീവിക്കുന്ന ഒരു സമൂഹമാക്കി ആ സ്വഹാബത്തിനെ മാറ്റുകയും ചെയ്തു. അതായത് ഇസ്ലാം മതം അള്ളാഹുവിൽ നിന്ന് കിട്ടിയത് മുഹമ്മദ് നബിക്ക്, നബിയുടെ ചുണ്ടിൽ നിന്ന് ആ ഇസ്ലാം മതം കേട്ട് അത് ജീവിതത്തിൽ പകർത്തി സ്വഹാബികള് അവർക്കുണ്ടായ തെറ്റുകളും അഭിപ്രായ വ്യത്യാസങ്ങളും റസൂലുള്ളാഹ് അപ്പപ്പ തിരുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ ഒരു സമൂഹമായി സ്വഹാബത്ത് മാറി. അസ്ഹാബി കന്നുജൂം,
എന്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അവർ ചെയ്തത് റസൂലുള്ള പറഞ്ഞതാ. ആ ചെയ്തതിലുണ്ടായ അബദ്ധങ്ങൾ അപ്പത്തന്നെ റസൂൽ തിരുത്തി കൊടുത്തു. അതുകൊണ്ട് അവർ കുറ്റമറ്റവരായി സ്വഹാബത്ത്. പിന്നീട് കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത പലതും സംഭവിച്ചു. അധികാരങ്ങൾക്ക് വേണ്ടിയും താൻപോരിമകൾക്ക് വേണ്ടിയും മുസ്ലിങ്ങൾ തമ്മിൽ പോരാടി, പരസ്പരം കുറ്റപ്പെടുത്തി, ആക്ഷേപിച്ചു, വെല്ലുവിളിച്ചു, ജയിലിലടക്കപ്പെട്ടു. ഇമാമുമാരൊക്കെ, ഇമാം അബൂ ഹനീഫയൊക്കെ എത്ര കാലം ജയിലിൽ കിടന്നു. ആരാ ജയിലടച്ചേ? ക്രിസ്ത്യാനികളല്ല, അമേരിക്കയല്ല, മുസ്ലിങ്ങളാ ജയിലടച്ചേ. കർബല, എത്ര യുദ്ധങ്ങള് മുസ്ലിങ്ങൾ പരസ്പരം. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, പ്രവാചകന് ശേഷം സച്ചരിതരായ ഖലീഫമാരുടെ പേര് എണ്ണുമ്പോൾ അത് 4 അവസാനിക്കണം. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും. അതിന്റെ ഇപ്പുറത്തേക്ക് ഒരാളെ ഖലീഫയായി എണ്ണരുത്. കാരണം എന്താ അറിയോ? പിന്നെ ഇങ്ങോട്ടുള്ള ഇസ്ലാമിന്റെ ചരിത്രം അത് ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയാൻ പറ്റുന്ന ചരിത്രമല്ല. അത് പിന്നെ അധികാര ദുർമോഹത്തിന്റെ, പോരാട്ടത്തിന്റെ, പരാജയത്തിന്റെ, ജയത്തിന്റെ, സാമ്രാജ്യങ്ങളുടെ ഉദയത്തിന്റെ, അസ്തമയത്തിന്റെ കഥകളാണ്. അതിനെ നമുക്ക് ഇസ്ലാമുമായിട്ട് കൂട്ടിക്കെട്ടാൻ കഴിയില്ല. ഇന്നിപ്പോ ഏറ്റവും വലിയ അപകടം താരങ്ങള് ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പുസ്തകങ്ങൾ മുഴുവനും പഠിപ്പിക്കണേ പണ്ട് വെള്ളക്കാരൻ എഴുതിയുണ്ടാക്കിയ ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ചരിത്രങ്ങളാ. അതിന് ഇസ്ലാമുമായിട്ട് ബന്ധമല്ല, അത് രാജാക്കന്മാരുടെ പോരാട്ടത്തിന്റെ കഥയാ. കാലഘട്ടങ്ങളിൽ ഖുർആനിനെയും പ്രവാചക ചര്യയെയും ജനങ്ങൾ തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചു. ഓരോ സമൂഹങ്ങളും സമുദായങ്ങളും തങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഖുർആനിനെയും ഹദീസിനെയും വളച്ചൊടിച്ചു. വത്തക്ക വെക്കുന്ന ആള് വത്തക്ക ചെലവാകാതെ വന്നപ്പോ അങ്ങാടിയിൽ നിന്ന് ഹദീസ് ഓതീന. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അക്കലൽ ബിത്തീഖ ദഖലൽ ജന്ന. ആരാണോ വത്തക്ക തിന്നത് ഓൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കണ്ട ഹദീസ് ഉണ്ടാക്കിയ ഇമാം അബൂ ഹനീഫയുടെ രസകരമായ ചരിത്രമുണ്ട്. ഇമാം അബൂ ഹനീഫ ഒരിക്കൽ പള്ളിക്കരിക്കുമ്പോഴേ ആ പള്ളിയിലെ ഉസ്താദ് അവിടുത്തെ കുട്ടിയൊക്കെ ക്ലാസ് എടുക്കുക. അപ്പൊ അബൂ ഹനീഫ പറയാത്തൊരു വാക്ക്, അബൂ ഹനീഫ വരെ കേൾക്കാത്തൊരു വാക്ക് ഈ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണേ. ഇമാം അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വാക്ക് അങ്ങനെ പറഞ്ഞു. അപ്പൊ അബൂ ഹനീഫ ഇത് കേട്ടപ്പോ ഇടക്കേറായി. മൂപ്പർ ചെന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞോലോ, ഞാനാണ് അബൂ ഹനീഫ, ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഉസ്താദ് പറഞ്ഞോലോ, നിങ്ങൾ മാത്രമേ അബൂ ഹനീഫ ഉള്ളൂ, വേറെ എത്രങ്ങാനും അബൂ ഹനീഫ ഉണ്ട്, ഓലാരെയും പറഞ്ഞേക്കും, എന്നാലും അത് സ്വീകരിക്കൂല. ഒരു പണ്ഡിതൻ കൊട്ടാരത്തിലേക്ക് രാജാവിന്റെ സഹായം തേടി ചെന്നപ്പോഴേ രാജാവ് ഇങ്ങനെ പ്രാവിനെ പറത്തുക. അപ്പൊ പണ്ഡിതന് മനസ്സിലായി രാജാവിന് പ്രാവിനെ ഇഷ്ടമാണ്, രാജാവിനെ സോപ്പിടാനുള്ള മാർഗം ഇയാള് പറഞ്ഞേ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, പ്രാവിനെ സ്നേഹിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുന്നു. രാജാവിനെ സോപ്പിടാൻ എന്തിനേറെ ഒരു ഒത്തും നിസ്കരിക്കണ്ട എന്ന് പറയാൻ വേണ്ടി ചേകനൂര് ഓതിയതും ഈ ഖുർആനിലെ ആയത്തന്നല്ലേ. അങ്ങനെ അങ്ങോട്ട് തോന്നിയതുപോലെ ഖുർആനെ ഹദീസിനെ അങ്ങോട്ട് വ്യാഖ്യാനിച്ചപ്പോഴേ ആൾക്കാരങ്ങോട്ട് എടങ്ങേറായി, ഇതിലേത് സ്വീകരിക്കുക. അപ്പോഴാണ് നമ്മുടെ മുടമ്പിലേക്ക് ഒരു മാർഗം വന്നു കിട്ടിയത്, ഖുർആൻ പറഞ്ഞ മാർഗം. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടങ്ങണം. അല്ലാഹുവിന്റെ റസൂൽ പറയണേ, ക്രിസ്ത്യാനികൾ 72 71 വിഭാഗമായി, അല്ലെങ്കിൽ 72 73 ആയി. ജൂതന്മാര് 71 72 ആയി. എന്റെ സമൂഹം 73 ആവും റസൂൽ പറയാ. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ആ 73-ൽ ഒരു വിഭാഗമല്ലാത്തവരൊക്കെ നരകത്ത് പോകും, ഒരു വിഭാഗം മാത്രം സ്വർഗത്ത് പോകും. ആരാണ് ഒരു വിഭാഗം? ഞാനും എന്റെ സ്വഹാബത്തും ഏത് മാർഗത്തിലാണോ ജീവിച്ചത് അതിനെ പിൻപറ്റുന്നവർ മാത്രം സ്വർഗത്ത് പോകും. അപ്പോ അള്ളാന്റെ റസൂല്, ആ റസൂല് പഠിപ്പിച്ച സ്വഹാബത്ത് അവര് ഖുർആനിനെയും ഹദീസിനെയും എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതേപോലെ നമ്മൾ മനസ്സിലാക്കുക.
ആ ആളുകൾക്ക് പറയുന്ന പേരാണ് സലഫുകൾ. സലഫുകൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ. മുൻഗാമികൾ ആരാണ് മുൻഗാമി? റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്. ആ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ഇസ്ലാം ദീനിനെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ ഞങ്ങളും ഇസ്ലാം ദീനിനെ പിൻപറ്റും എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അതല്ല ശരി. ആ ശരി ചെയ്തവർക്ക് പറയുന്ന പേരാണ് സലഫികൾ. ആ സലഫികൾ എങ്ങനെ തീവ്രവാദികളാവുക? കേരളത്തിലെ ജനങ്ങൾക്കറിയില്ലേ, 924 മുതൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായതിനു ശേഷമല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് വെളിച്ചം കിട്ടിയത്, മതസൗഹാർദ്ദം ഉണ്ടായത്, വിദ്യാഭ്യാസം ഉണ്ടായത്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകാൻ ഈ സമൂഹം തയ്യാറായത്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഒറ്റക്കെട്ടായി ജീവിക്കാൻ തുടങ്ങിയത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഉണ്ടായ ശേഷമല്ലേ? പിന്നെ എങ്ങനെ മനുഷ്യന്മാരെ അരിഞ്ഞുകൊള്ളുന്ന IS-ഉമായിട്ട് ഈ പ്രസ്ഥാനത്തെ ബന്ധിപ്പിക്കുക? ഇവിടുത്തെ നാട്ടുകാർക്കറിയില്ല സത്യം. നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെങ്കിലും ഇവിടുത്തെ സാധാരണക്കാർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അറിയില്ലേ? IS സലഫികളല്ല, അവർക്ക് സലഫിസവുമായി ബന്ധമില്ല, അവര് മുസ്ലിങ്ങൾ തന്നെയല്ല എന്നാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്. ഒരൊറ്റ മുസ്ലിം പണ്ഡിതനും ആ സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരൊറ്റ മുസ്ലിം പണ്ഡിതനും ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും ഒരു നിലക്ക് അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പരസ്പരം കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്ന മുസ്ലിം സംഘടനകൾ പോലും IS എന്ന സംഘം ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. IS-നും താലിബാനും അൽ-ശബാബും ഇന്ത്യൻ മുജാഹിദീനും ഇവരൊക്കെ ലോകത്തിന്റെ ശാപമാണ് എന്ന് കേരളത്തിൽ ധൈര്യസമേതം ഉറക്കെ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനല്ലേ? ഇപ്പോ കണ്ണടച്ചിരുട്ടാക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തെ ആശയപരമായിട്ട് നേരിടാൻ പറ്റാത്ത ആളുകളെ ഇപ്പൊ കണ്ണടച്ചിട്ട് ഇങ്ങനെ പൂച്ചപാല് കുടിക്കുന്ന പോലെ ഒന്നായിട്ട് ഇറങ്ങിയേക്കുക. IS സലഫിസം ഭീകരത എന്നൊക്കെ പറഞ്ഞു ജനങ്ങൾ മനസ്സിലാക്കുക എന്താ എന്റെ അവസ്ഥ. വെറുതെ പറഞ്ഞുകാണ്ട് ഇല്ല വില കളയണ്ടെന്നർത്ഥം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ലോകത്തെ വിസ്മയം തീർത്ത അത്ഭുതത്തിന്റെ ലോകാത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ താജ്മഹലും പാരീസിലെ ഗോപുരങ്ങളും ഒക്കെ എണ്ണുന്നവർക്ക് ഒരു ഇത്തിരി സന്മനസ്സുണ്ടെങ്കിൽ ലോകാത്ഭുതത്തിന്റെ കൂട്ടത്തിൽ ഒന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾ എണ്ണണം വിശുദ്ധ ഖുർആനിനെ. അത്ര വലിയ അത്ഭുതമാണ്. ഇസ്ലാമിനെ മാറ്റം വരുത്താനും ഇസ്ലാമിനെ വികൃതമാക്കാനും ഇത്രയൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചിട്ടും ഒരക്ഷരത്തിനോ ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റം വരുത്താൻ കഴിയാതെ 14 നൂറ്റാണ്ടായി ആ ഖുർആൻ ജീവിക്കുക. ഇപ്പോഴും പുതുമയോടെ ജീവിക്കുക. ഒരു 100 കൊല്ലം മുമ്പുള്ള മലയാളത്തിലെ ഒരു വാർത്ത, മലയാള മനോരമയിൽ ഒരു പത്തിണ്ട് പഴയ വാർത്തകൾ എടുത്തു കൊടുക്കും. നിങ്ങൾ ആ വാർത്ത ഒന്ന് വായിച്ചു നോക്കണി, മനസ്സിലാവൂല. മക്തീതങ്ങളുടെ കടോര കുടാരം പറഞ്ഞ പുസ്തകം. ഞാൻ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കി. ഒരു പേജ് വായിക്കണമെങ്കിൽ നല്ല പണി ഞാൻ മനസ്സിലാക്കാം. 100 കൊല്ലം കൊണ്ട് മലയാള ഭാഷക്ക് വന്ന മാറ്റാണ്. ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാലോ, ഷേക്സ്പിയറിന്റെ പഴയ ഡ്രാമയൊക്കെ വായിച്ചെടുക്കാം. എന്തൊരു പണി അറിയങ്ങൾ. ആ പദത്തിന്റെ അർത്ഥം ഒരു ഡിക്ഷണറിയിലും ഇല്ല. കാരണം ആ പദങ്ങൾ പഴയ പദ, അതിപ്പോ ഉപയോഗിക്കുന്നില്ല. ഖുർആന്റെ കഥ എന്താ അറിയങ്ങള്? 14 നൂറ്റാണ്ട് മുമ്പ് ഇറങ്ങിയ ഖുർആന്റെ ഭാഷ ഉണ്ടല്ലോ, ഇപ്പോഴും പുതുമണവാട്ടിന്റെ മരിക്ക പുതിയ ഭാഷ. ആ ഭാഷനോട് കിടപിടിക്കാൻ ഒരാധുനിക അറബി ഇല്ല ഈ ലോകത്ത്. ഇത്ര സിമ്പിളായ, ഇത്ര കാര്യം മനസ്സിലാക്കാൻ പറ്റിയ, ഇത്ര എളുപ്പം മനസ്സ് കയറുന്ന 15 നൂറ്റാണ്ട് എന്ന് പറഞ്ഞ ചില്ലറയല്ല കൂട്ടരെ. 15 നൂറ്റാണ്ട് ഒരു ഗ്രന്ഥം പുതിയതായി പുത്തനായി 16ന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കണമെങ്കിലേ അതൊരു അത്ഭുതം തന്നെ ആവണം. അത് അത്ഭുതം തന്നെയാണ്. നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, ആ അത്ഭുതം മനസ്സിൽ കയറണം. അപ്പോഴാണ് ആ അത്ഭുതത്തിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക.
ഇതാ ഖുർആൻ പഠിച്ച് ആ അത്ഭുതം നെഞ്ചേറ്റു വാങ്ങിയ പഠിതാക്കളുടെ സംഗമമാണ് നവംബർ 12, 13 ദിവസങ്ങളിൽ ആലപ്പുഴയിലെ EMS സ്റ്റേഡിയത്തിൽ പ്രത്യേകമായി ഉണ്ടാക്കിയ 10,000-ങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ആ വേദിയിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ നിലക്കുള്ള സഹായം വേണം. സാമ്പത്തികമായി സഹായിക്കണം, ശാരീരികമായി സഹായിക്കണം, പ്രാർത്ഥനകൾ കൊണ്ട് സഹായിക്കണം. ഖുർആനിനെ നോക്കിക്കാണാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളെ, അയൽവാസികളെ ആ അത്ഭുതത്തിന്റെ സദസ്സിലേക്ക് നിങ്ങൾ വിളിച്ചു കൊണ്ടുവരണം. നവംബർ മാസം 12, 13 തീയതികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അത്ഭുത ഗ്രന്ഥത്തിന്റെ പ്രചാരകരും പ്രബോധകരുമാവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഗ്രന്ഥത്തിന്റെ മഹത്വം ജീവിതത്തിൽ ഏറ്റുവാങ്ങി പ്രകാശ ഗോപുരങ്ങളായി മറ്റുള്ളവർക്ക് വെളിച്ചം എത്തിച്ചു കൊടുക്കുവാനുള്ള കഴിവും തൗഫീഖും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തി ആ ഖുർആനിന്റെ ജീവിക്കുന്ന രൂപങ്ങളായി മാറാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും കരുത്തും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ ആ വിശുദ്ധ ഖുർആൻ പരലോകത്ത് അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹജാജ് അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.